Meet the editors. നടി ഹണി റോസിനെ ലൈംഗികമായി അധിക്ഷേപിച്ച കേസിൽ ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലെത്തിച്ചാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. നാളെ തുറന്ന കോടതിയിൽ ഹാജരാക്കും. വയനാട്ടിൽ നിന്നാണ് കൊച്ചി പോലീസ് ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തത്. വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെതിരെ നടി ഹണി റോസ് പരാതി നൽകിയത് ഇന്നലെ വൈകിട്ടോടെ. നടിക്ക് നിയമ നടപടികൾക്കുള്ള പിന്തുണ ഫോണിലൂടെ അറിയിച്ച മുഖ്യമന്ത്രി. പിണറായി വിജയന്റെ പച്ചക്കൊടി ലഭിച്ചതോടെ എറണാകുളം സെൻട്രൽ പോലീസ് നടത്തിയത് ചടുല നീക്കങ്ങൾ. ബോബിയെ കസ്റ്റഡിയിലെടുത്തത് ഇന്ന് രാവിലെ 7:30 വയനാട്ടിലെ റിസോർട്ടിൽ വെച്ച്. പോലീസ് പൊളിച്ചത് സംസ്ഥാനം കടന്ന് മുൻകൂർ ജാമ്യം നേടാനുള്ള ബോബിയുടെ ശ്രമം. ശക്തമായ ഭരണകൂടം ഒപ്പമുണ്ടെന്ന് തോന്നിച്ച നിമിഷമെന്ന് പ്രതികരിച്ച് ഹണി റോസ്. പോരാട്ടത്തിൽ ഒപ്പം നിന്ന മുഖ്യമന്ത്രിക്കും പോലീസിനും നന്ദി പറഞ്ഞ് ഹണി റോസ്. സ്ത്രീകളുടെ അഭിമാന സംരക്ഷണത്തിനായി ഹണി റോസ് പ്രഖ്യാപിച്ച യുദ്ധം വിജയിച്ചു. സമൂഹമാധ്യമ ഗുണ്ടായുസത്തിന് ഇനി മൂർച്ച കുറയുമോ? വഷളന്മാർക്കുള്ള താക്കീതോ എന്നതാണ് ചോദ്യം. സുജയപർവതി ഇന്നലെ പരാതി നൽകുന്നു, വളരെ പെട്ടെന്ന് അറസ്റ്റിലേക്ക് നീങ്ങുന്നു. ഇന്ന് രാവിലെ തന്നെ പോലീസ് സംഘം അവിടെ എത്തുകയാണ്. 9 മണിക്ക് കസ്റ്റഡിയിലെടുക്കുന്നു. ഇപ്പോൾ ഇതാ വൈകുന്നേരത്തോടുകൂടി അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. അതിൻ്റെ ഒരു വേഗം നമുക്ക് ദൃശ്യമായതാണല്ലോ. അപ്പോൾ ഇതൊരു വഷളന്മാർക്കുള്ളൊരു താക്കീതാവുകയാണോ? ഇനി അങ്ങോട്ട് ഇത്തരം നടപടികൾ ഉണ്ടാകില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാമോ? ഹണി റോസിന്റെ പരാതിയിൽ ഉടനടി നടപടിയെടുത്തിരിക്കുകയാണ് മുഖ്യമന്ത്രിയായാലും. മുഖ്യമന്ത്രി നേരിട്ട് നിർദ്ദേശം നൽകിയതിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും ഇത്ര വേഗത ഈ നടപടികൾക്ക് വന്നത്. കാരണം ഹണി റോസ് തന്നെ പരാതിയിൽ പറയുന്നത് പോലെ, അവർ സമൂഹ മാധ്യമങ്ങളിലെ അവരുടെ പോസ്റ്റുകളിലൂടെ വ്യക്തമാക്കിയതുപോലെ, പണമുള്ള ഒരാളാണ് മറുഭാഗത്ത് എന്നുള്ളത്, അധികാരം കയ്യിൽ കൊണ്ടുവരാൻ പണം ഉപയോഗിച്ച് സാധ്യതയുള്ള ഒരാളാണ് മറുഭാഗത്ത് എന്ന് അവർ പറയുമ്പോൾ ഹണി റോസിന് നീതി ഉറപ്പാക്കി കൊടുത്തില്ല എങ്കിൽ അത് സർക്കാരിന് തന്നെ നാണക്കേടാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു ഉടനടി രക്ഷാപ്രവർത്തനമാണ് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെയും ഒപ്പം ആഭ്യന്തര വകുപ്പിന്റെയും പോലീസിന്റെയും ഭാഗത്തു നിന്നുണ്ടായത് എന്നുള്ളതാണ് എനിക്കിതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇത് ഹണി റോസിന് മാത്രമല്ല, ഏതൊരു സ്ത്രീ പരാതിപ്പെട്ടാലും ഇതേ രീതിയിൽ ആ പരാതിയിന്മേലുള്ള നടപടികൾ ഉണ്ടാവുക എന്നതാണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ വഷളന്മാർക്ക് ഒരു പേടി വരികയുള്ളൂ. അന്ധഭയം ഇരിക്കട്ടുമെന്ന് പറയുന്നത് പോലെ ഒരു പേടി വരണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആരുണ്ട് ഇവിടെ ചോദിക്കാൻ എന്ന ആ ഒരു അവരുടെ മനസ്സിലുള്ള ആ ഒരു മൈൻഡ് സെറ്റിന് ഒരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ, ഇവർ ഈ എഴുതി വെക്കുന്നത് മാത്രമല്ലല്ലോ, പറയുന്നത് മാത്രമല്ലല്ലോ, അവരുടെ ഒരു മൈൻഡ് സെറ്റ്, അവരുടെ ഒരു ചിന്താഗതിയിലാണ് മാറ്റം വരേണ്ടതെന്നാണ് ഞാൻ കരുതുന്നത്. എന്തും പറയാം, അല്ലെങ്കിൽ ഏതെങ്കിലും വ്യാജ പ്രൊഫൈലിനുള്ളിൽ മുഖമില്ലാതെ അനോണിമസ് ആയിട്ടുള്ള അക്കൗണ്ടുകളിൽ ഇരുന്നു കൊണ്ട് എന്തും പറയാം എന്നുള്ള ഒരു ധാരണ അതിപ്പോൾ മാറി എന്നാലും അത് പൂർണ്ണമായും അവസാനിക്കുന്നില്ല. അതിപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തതിന് ശേഷവും പല രീതിയിലുള്ള പ്രതികരണങ്ങൾ നമ്മൾ കാണുകയാണ്. ഈ ആലക്കോട്ടെ ബോബി ചെമ്മണ്ണൂർ ജ്വല്ലറിയുടെ ഇന്റർനാഷണൽ ജ്വല്ലറി ഉദ്ഘാടന ചടങ്ങിലാണല്ലോ ഈ പ്രശ്നങ്ങളുടെയൊക്കെ തുടക്കം. പലതവണ ഹണി റോസ് ഇന്ന് നമ്മുടെ ചാനലിൽ രാവിലെ എന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, ബോബി ചെമ്മണ്ണൂർ നമ്മുടെ ചാനലിൽ കൂടി തന്നെയാണല്ലോ മാപ്പ് പറഞ്ഞത്, ചോദിക്കുമ്പോൾ അവർ കൃത്യമായി പറയുന്നുണ്ട്, അന്നായിരുന്നു എൻ്റെ മാനേജേഴ്സ് മുഖേന ഞാൻ എൻ്റെ അതൃപ്തി അറിയിച്ചതാണ് ബോബി ചെമ്മണ്ണൂരിനെ. അതായത് ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ വന്ന് ഇപ്പോഴാണോ ഇവർ പറയുന്നത്, അന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല? ആ ചോദ്യം നിൽക്കില്ല. കാരണം അവർ കൃത്യമായി പറയുന്നുണ്ട്, ഞാൻ എൻ്റെ മാനേജേഴ്സ്, അതായത് ആരുവഴിയാണോ ഹണി റോസിനെ ഈ ഉദ്ഘാടന പരിപാടിക്കായി ബന്ധപ്പെട്ടത്, അവർ മുഖേന തന്നെ ഹണി റോസ് അന്ന് തന്നെ തനിക്ക് ആ പരാമർശം, അതുപോലെ തന്നെ അവിടെ കാണിച്ച ആക്ട് അത് അനുചിതമാണ്, അതെനിക്ക് താല്പര്യമില്ല, അത് ശരിയല്ല എന്ന് തന്നെ അവർ അറിയിച്ചിട്ടുണ്ട്. പിന്നീട് വിളിച്ച പരിപാടിയിൽ അവർ പോകുന്നില്ല എന്ന് തീരുമാനിക്കുകയും ചെയ്തു. അപ്പോഴെന്താണ് ഉണ്ടായത്? അവരെ പിന്തുടരുകയാണ്, അവരെ പിന്തുടർന്ന് ആക്രമിക്കുകയാണ്. അപ്പോൾ പിന്നെ അവർ എന്തായാലും ഇങ്ങനെ ഒരു പരാതി കൊടുക്കുകയല്ലാതെ പിന്നെ എന്താണ് അവർ ചെയ്യേണ്ടത്? വീണ്ടും സഹിച്ച് ഇതെല്ലാം ആസ്വദിച്ച് മിണ്ടാതിരിക്കുകയാണോ വേണ്ടത്? പണം തന്നു കഴിഞ്ഞാൽ അതിന് അഭിമാനം പണയപ്പെടുത്താൻ താൻ തയ്യാറല്ല എന്ന ഒരു പ്രഖ്യാപനമാണ് ഹണി റോസ് നടത്തിയത്. അതിന് അവരെ ഇകഴ്ത്തുന്ന രീതിയിൽ അവരത്തരക്കാരിയല്ലേ എന്നൊക്കെയുള്ള പലതരത്തിലുള്ള പ്രതികരണങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് കൂടുകയും ചെയ്യും. ബോബി ചെമ്മണ്ണൂർ ചെയ്തത് ശരിയായില്ല, എന്നാലും ഹണി റോസ് അങ്ങനെയുള്ള വസ്ത്രം ഇടാമായിരുന്നു. ആ രീതിയിലുള്ള കമന്റുകളൊക്കെ മാഡം ഇതിനകം കണ്ടിട്ടുണ്ടാകുമല്ലോ. ആ രീതിയിലാണ്, അതായത് ഇരയ്ക്കൊപ്പമെന്ന് പ്രഖ്യാപിക്കും, എന്നാൽ വേട്ടക്കാരൻ്റെ കൂടെ ഓടുകയും ചെയ്യും. അത് ഈ നടിയെ ആക്രമിച്ച കേസിൽ നമ്മൾ വളരെ വ്യക്തമായി തന്നെ കണ്ടതാണ്. അതിൻ്റെ മറ്റൊരു വേർഷനാണ്. കാരണം എക്സ്പോസ്ഡ് ആകും എന്നുള്ളത് കൊണ്ട് നേരിട്ടത് പറയുന്നില്ല, എന്നാൽ പറയുന്നതിൻ്റെ കൂടെ ഒരു അണ്ടർലൈൻഡ് ആയിട്ടുള്ള ഒരു വരിയായി അതിങ്ങനെ പറഞ്ഞു വെക്കുകയും ചെയ്യും. എന്നിട്ട് ബോച്ചയെ വെറുപ്പിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പൂർണ്ണമായും ബോച്ചയെ എതിർത്തുകൊണ്ട്, ബോബി ചെമ്മണ്ണൂരിനെ എതിർത്തുകൊണ്ട് ഹണി റോസിനൊപ്പം നിൽക്കുകയാണ് കേരളീയ പൊതുസമൂഹം മുഴുവൻ എന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ കേരളീയ പൊതുസമൂഹം മുഴുവൻ ഇത്തരത്തിലുള്ള ഈ ഞരമ്പ് രോഗികളുടേത്, വഷളന്മാരുടേതാണെന്ന് ഞാൻ കരുതുന്നില്ല. അന്തസ്സായി പ്രതികരിക്കുന്ന നല്ല ആണുങ്ങൾ
ഉള്ള ഒരു സമൂഹം തന്നെയാണ് നമ്മുടേത്. അപ്പോൾ അക്കാര്യത്തിൽ എല്ലാവരും ഇങ്ങനെയാണ് അല്ലെങ്കിൽ എല്ലാവരും ഇങ്ങനെ പ്രതികരിക്കുന്നവരാണ് എന്നതും ഞാൻ അങ്ങനെ കരുതുന്നില്ല. പക്ഷേ ഇത്തരക്കാരെ, അത് ബോബി ചെമ്മണ്ണൂർ ആയാലും അല്ലെങ്കിൽ അതിനേക്കാൾ പ്രൊഫൈലിൽ മുകളിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായാലും അവർക്കെതിരെ നടപടിയെടുക്കണം. നടപടിയെടുക്കുക എന്ന് പറയുന്നത് കേവലം ഒരു കാട്ടിക്കൂട്ടലായി മാറരുത്. ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിൻ്റെ കാര്യത്തിലായാലും ഇത് എവിടെ വരെ പോകും എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാലേ, അല്ലെങ്കിൽ ഇത് എവിടെ എത്തി നിൽക്കും, പൂർണ്ണമായും ഹണി റോസിന് അവരുടെ സ്ത്രീത്വത്തെ അപമാനിച്ചതിന്, അവർക്ക് നേരെ ലൈംഗിക അധിക്ഷേപം നടത്തിയതിന് ഭാരതീയ ന്യായ സംഹിത അനുശാസിക്കുന്ന തരത്തിൽ ഇപ്പോൾ കൃത്യമായി പരിഷ്കരിച്ച നിയമം അനുസരിച്ച് കൃത്യമായി അതിൽ തീരുമാനമെടുത്തേ പറ്റൂ. ഫാസ്റ്റ് ട്രാക്കിംഗ് തന്നെ വേണം, വച്ച് നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല. കാലങ്ങളോളം ഇങ്ങനെയുള്ള പരാതി കൊടുത്തിട്ട് കാത്തിരിക്കുന്നതിനെക്കുറിച്ച് മാലാപാർവതി അടക്കമുള്ള ആളുകൾ എത്രയോ തവണ പറഞ്ഞിരിക്കുന്നു. അതുപോലെ ഒരുപാട് സ്ത്രീകളുണ്ട്. പലരും പരാതി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പിന്നാലെ പോയിട്ട് എന്താണ് മാഡത്തോട് കൂടുതൽ പറയേണ്ടതില്ലല്ലോ. എത്ര തവണ, അതായത് ഒരു ബുള്ളിയിങ് ആണ്, സൈബർ ബുള്ളിയിങ് ആണ് യഥാർത്ഥത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ബുള്ളിയിങ്ങിന് വിധേയരാകുന്നവർക്കുണ്ടാകുന്ന, അവരുടെ മാനസികമായിട്ടുണ്ടാകുന്ന സമ്മർദ്ദം, ആഘാതം, അതേക്കുറിച്ചൊന്നും ഈ എഴുതി വിടുന്നവർ അല്ലെങ്കിൽ അപമാനിക്കുന്നവർ ചിന്തിക്കുന്നതേയില്ല. അപ്പോൾ അങ്ങനെ ചിന്തിക്കാത്തവർക്ക് ശിക്ഷ കിട്ടിയാലേ പഠിക്കുകയുള്ളൂ. ചിലരൊക്കെ പണ്ടൊക്കെ പറയില്ലേ കുട്ടികളെയൊക്കെ, ഈ സാമം ദാനം ഭേദം ദണ്ഡം. അപ്പോൾ ദണ്ഡിച്ചാലേ, അതായത് തല്ല് കൊടുത്താലേ പഠിക്കൂ എന്നാണെങ്കിൽ ആ തല്ല് കൊടുക്കുക തന്നെ വേണം എന്നുള്ളതാണ് ഈ വിഷയത്തിലെ എൻ്റെ അഭിപ്രായം. ഇതിൽ ബോബി ചെമ്മണ്ണൂരിൻ്റെ ഒരു കാര്യം ഞാൻ പറയാം. ഈ ജ്വല്ലറി സന്ദർശിക്കുമ്പോൾ നെക്ലസ് ഇവരെ അണിയിക്കുന്നുണ്ട്. ഞാൻ ആ വീഡിയോ വീണ്ടും എടുത്ത് നോക്കി. അപ്പോൾ ഈ നെക്ലസ് അണിയിച്ചതിന് ശേഷം അയാൾ പറയുന്ന വഷളത്തം നിറഞ്ഞ കമൻ്റ് എന്ന് പറയുന്നതാണ്, ഇവിടെ നിൽക്കുമ്പോൾ മാലയുടെ മുൻഭാഗമേ കാണൂ, മാലയുടെ പിൻഭാഗം കാണാൻ വേണ്ടിയാണ് കറക്കിയത്. ഏത് മാലയുടെ പിൻഭാഗത്താണ് ഇത്രയ്ക്ക് ഡെക്കറേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുള്ളത്? ഇപ്പോൾ നമ്മൾ രണ്ടുപേരും എന്തായാലും ഈ മാലയൊക്കെ ഇടുന്നവരാണല്ലോ. അപ്പോൾ മാല എന്ന് പറയുന്നത് കഴുത്തിൽ കണ്ഠാഭരണമാണ്. അതിൻ്റെ മുൻഭാഗത്താണ് അതിൻ്റെ ഡിസൈൻ വരുന്നത്. അല്ലാതെ പിൻഭാഗത്തേക്ക് മാല അണിയുന്ന ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ചിലപ്പോൾ ചില മോഡൽസൊക്കെ വസ്ത്രങ്ങൾ, അങ്ങനെയുള്ള വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ, എന്തായാലും ഒരു ജ്വല്ലറിയിൽ അന്ന് അവരെ അണിയിച്ച ആ നെക്ക് പീസിൻ്റെ പിൻഭാഗത്ത് കാണാനായി അതിൻ്റെ ചരട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ കൊളുത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മനഃപൂർവ്വം അവരെ അപമാനിക്കുന്നതിന് വേണ്ടിയാണ് ആ കയ്യിൽ പിടിച്ചുള്ള കറക്കവും എല്ലാം നമ്മളിവിടെ കാണുന്നത്. അതിൽ ഹണി റോസ് പറഞ്ഞ, അവരുടെ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ നിലനിൽക്കുമെന്ന് തന്നെയാണ് ഞാൻ വ്യക്തിപരമായി കരുതുന്നത്. അപ്പോൾ ഈ അന്ന് കാണിച്ചത് ആഭാസമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ വീഡിയോ അപ്ലോഡ് ചെയ്ത് അത് സോഷ്യൽ മീഡിയയിൽ, ഫേസ്ബുക്ക് അടക്കമുള്ള മാധ്യമങ്ങളിൽ പോകുമ്പോൾ തന്നെ ആളുകൾ അതിനെതിരെ പ്രതികരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ എന്തുകൊണ്ടാണ് ഹണി റോസ് എന്ന് അത് എൻജോയ് ചെയ്ത് നിൽക്കുകയായിരുന്നു എന്നൊക്കെയാണ് പിന്നീട് പലരും ചോദിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല, അന്ന് തന്നെ അവർ അതിന്മേലുള്ള തൻ്റെ വിയോജിപ്പ് അറിയിച്ചിരുന്നു. പിന്നീടാണ് അടുത്ത പരിപാടിയിൽ സഹകരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇവർ ഒന്നിച്ച് വേദി പങ്കിടുന്ന മറ്റൊരു ചടങ്ങ് വരുന്നത്. അങ്ങനെയുള്ള വേദികളിൽ, അതുപോലെ തന്നെ യൂട്യൂബ് ചാനലുകൾക്ക് കൊടുക്കുന്ന അഭിമുഖത്തിൽ ഒക്കെയാണ് വീണ്ടും അടുത്ത പരാമർശവുമായി വരുന്നത്. ഈ ജാങ്കോ സ്പേസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിന് കൊടുത്ത ഒരു അഭിമുഖത്തിലാണ് കുന്തി ദേവിയുടെ കഥ വായിച്ചാൽ നമുക്ക് അതിൽ അവരെക്കുറിച്ചുള്ള വിവരണം കാണാം, അവരുമായി ബന്ധപ്പെട്ട കഥകളും കാണാം. ആ ഒരു തീം എടുത്തിട്ടാണ് ഹണി റോസിനെ കുന്തി ദേവിയായി ചിത്രീകരിച്ചത്. അതിനുശേഷം കൈകൊണ്ടൊരു ആംഗ്യം കാണിക്കുന്നുണ്ട്. ഇതടക്കം കോടതിയുടെയും അന്വേഷണ സംഘത്തിൻ്റെയും ഒക്കെ പരിഗണനയിൽ വരണം. പറഞ്ഞ വാക്ക് മാത്രമല്ലല്ലോ, ആ സമയത്ത് നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അതിൽ നമ്മുടെ അംഗവിക്ഷേപങ്ങൾ എന്ന് പറയുന്നതും ഒരു കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്. അതായത് നമ്മൾ വാക്കുകൾ കൊണ്ട് മാത്രമല്ല, നമ്മുടെ മുഖഭാവങ്ങൾ കൊണ്ട്, നമ്മുടെ കൈകാലുകളുടെ ചലനങ്ങൾ കൊണ്ട് ഒക്കെ നമ്മൾ കാണിക്കുന്നതെല്ലാം ആ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ആശയവിനിമയത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ബോബി ചെമ്മണ്ണൂർ ആ അംഗവിക്ഷേപങ്ങൾ അവിടെ കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. പലപ്പോഴും പല രീതിയിലും സംസാരിക്കുമ്പോൾ കൃത്യമായി ആംഗ്യവിക്ഷേപങ്ങൾ കാണിച്ചുകൊണ്ട് തന്നെയാണ് ബോബി ചെമ്മണ്ണൂർ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ പറഞ്ഞ വാക്കിതാണ് എന്നതിൽ പിടിച്ചുകൊണ്ട് നിന്നതുകൊണ്ട് കാര്യമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ പലതും എടുക്കാനുള്ള ഓപ്ഷനുണ്ട്. ഞാനൊരു ജെമിനിയാണ്. അദ്ദേഹത്തിൻ്റെ സൺസൈനെ കുറിച്ചൊക്കെയാണ് പിന്നീട് വിശദീകരിക്കുന്നത്. ചോദിക്കുമ്പോൾ ഡ്യുവൽ ക്യാരക്ടർ ഉള്ളവരായിരിക്കും, ഇന്നത്തെ മൂഡ് വേറെ, നാളത്തെ മൂഡ് വേറെ, എന്ത് മൂഡായാലും ആ മൂഡിനനുസരിച്ച് ആരെയും അപമാനിക്കാനുള്ള ലൈസൻസ് ഒന്നും ബോബി ചെമ്മണ്ണൂരിന് ആരും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഈ വിഷയത്തിൽ എൻ്റെ ടേക്ക്. അതിൽ എനിക്കായാലും, സ്മൃതി മാഡത്തിനായാലും, ഉണ്ണിസാറിനായാലും, ബോബി ചെമ്മണ്ണൂരിനായാലും, ലെറ്റ് ഇറ്റ് ബി അനദർ പേഴ്സൺ, ആർക്കായാലും മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്താനും അയാളുടെ വസ്ത്രധാരണത്തെയോ അയാളുടെ വ്യക്തിത്വത്തെയോ അപമാനിക്കാനായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യവും ഇന്ത്യയുടെ ഭരണഘടന കൊടുക്കുന്നില്ല. നമ്മുടെ നിയമവ്യവസ്ഥയിൽ അങ്ങനെയുള്ള, ഇപ്പോൾ ഞാൻ ഉണ്ണിസാറിനെ ഒരു കാര്യം പറഞ്ഞത് ഉണ്ണിസാറിന് അത് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ ഉണ്ണിസാറിൻ്റെ വ്യക്തിത്വത്തെ ഹനിക്കുന്ന രീതിയിലാണ്, അല്ലെങ്കിൽ ഉണ്ണിസാറിനെ ഒരു ബാഡ് ലൈറ്റ് പോർട്രേ ചെയ്യുന്ന ഒന്നാണെന്നുണ്ടെങ്കിൽ ഉണ്ണിസാറിന് അതിന്മേലുള്ള ആക്ഷൻ എടുക്കാനായിട്ടുള്ള എല്ലാ നിയമപരമായിട്ടുള്ള സാധ്യതകളുമുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഇവിടെ ഹണി റോസ് ചെയ്തത് നിയമപരമായി അവർ നിയമോപദേശം തേടിയതിന് ശേഷമാണ് ഇക്കാര്യങ്ങളിലേക്ക് പോയത് എന്നുള്ളത് അവരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നുണ്ട്. ആവശ്യക്കാർക്ക് ആവശ്യമുള്ളതൊക്കെയുണ്ട്, ആരെയും വിഷമിപ്പിക്കരുതെന്ന് മാത്രമേ ഉദ്ദേശമുള്ളൂ. ആവശ്യക്കാർക്ക് എന്താണ് ആവശ്യമെന്ന് തീരുമാനിക്കുന്നത് ബോബി ചെമ്മണ്ണൂരാണോ? അങ്ങനെ ധരിച്ചു വെച്ച് ഞാൻ പറയുന്ന വഷളൻ തമാശകളൊക്കെ എല്ലാവരും ആസ്വദിക്കുകയാണ് എന്ന് പറയുന്ന, ഒരുപക്ഷെ ഈ അദ്ദേഹത്തിൻ്റെ ടീമിൽപ്പെട്ട അല്ലെങ്കിൽ അദ്ദേഹം പണം നൽകുന്ന, അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കുന്ന ആളുകളൊക്കെ കൈയടിക്കുന്നുണ്ടാകും എന്ന് വെച്ച് കേരളീയ പൊതുസമൂഹം മുഴുവൻ അത് ആസ്വദിക്കുകയാണ് എന്നുള്ളത് ഒരു ശരിയായ നിലപാടായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ഹണി റോസ് പറഞ്ഞതിനൊപ്പം ഉപാധികളില്ലാതെ നിൽക്കുക, അല്ലാതെ ഹണി റോസ് ഇട്ട വസ്ത്രം, അവരുടെ വസ്ത്രധാരണ രീതി അവരെ എക്സ്പോസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ മോശക്കാരിയാക്കാൻ ശ്രമിക്കുകയല്ല
ഈ വിഷയത്തിൽ നിൽക്കേണ്ടത്. നിരുപാധികം അവർക്കൊപ്പം നിൽക്കുക. കാരണം അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, ആ സെക്ഷൽ ഓവർടോണോട് കൂടിയിട്ടുള്ള സംഭാഷണം അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, അവരെ ഒരു പൊതുമധ്യത്തിൽ വെച്ച് അപമാനിച്ചത് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ ഒരു സ്ത്രീക്ക് അവരുടെ മോഡസ്റ്റിയെ ഹനിക്കുന്ന രീതിയിലാണ് മറ്റൊരാളിൽ നിന്നുണ്ടായ അംഗവിക്ഷേപങ്ങൾ, അയാളിൽ നിന്നുണ്ടായ വാചക കസർത്ത് എന്നൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൃത്യമായി പരാതി കൊടുക്കാം. ആ പരാതി കൊടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ തെളിവുകളുമുണ്ട്. ഇവർ ആദ്യമായിട്ട് ഞായറാഴ്ച ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട്, ഒരു വ്യക്തി ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ മനഃപൂർവ്വം തുടർച്ചയായി പിന്നാലെ നടന്ന് അപമാനിക്കാൻ ശ്രമിക്കുമ്പോഴും പ്രതികരിക്കാത്തത് അത്തരം സ്റ്റേറ്റ്മെന്റ്സ് ആസ്വദിക്കുന്നത് കൊണ്ടാണോ അതോ പറയുന്നതെല്ലാം അംഗീകരിക്കുന്നത് കൊണ്ടാണോ എന്ന് അടുപ്പമുള്ളവർ ചോദിക്കുന്നു. അതായത് ഇവർക്ക് ഈ ചോദ്യങ്ങൾ നേരിടേണ്ടി വരികയാണ്. അതായത് ഇയാൾ നടത്തുന്ന സൈബർ ബുള്ളിയിങ്, അതിനുശേഷം സൈബർ വെട്ടുക്കിളിക്കൂട്ടം എടുത്തു നടത്തുന്ന ബുള്ളിയിങ്, അത് മാത്രമല്ല അടുപ്പമുള്ളവരൊക്കെ നിങ്ങൾ എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത്, നിങ്ങൾ അങ്ങനെയുള്ള ഒരു സ്ത്രീ ആയതുകൊണ്ടാണോ, നിങ്ങൾ ഇതിനൊക്കെ വഴങ്ങി നിൽക്കുകയാണോ, ആ ചോദ്യവും അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അല്ലാത്ത പക്ഷം അവർ ഈ രീതിയിലുള്ള ഒരു പ്രതികരണത്തിലേക്ക് പോകില്ല. ഇത്രയും നാൾ ഹണി റോസിൽ നിന്ന് ഇങ്ങനെ ശക്തമായിട്ടുള്ള ഒരു പ്രതികരണങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ അവരൊരു യുദ്ധപ്രഖ്യാപനമായിട്ടാണ് നടത്തുന്നത്. അവരുടെ ഒരു പോസ്റ്റിലെ അവസാനത്തെ വരി ഇങ്ങനെയാണ്: സമൂഹ മാധ്യമങ്ങളിലെ അസഭ്യ അശ്ലീല ഭാഷാ പണ്ഡിത മാന്യന്മാരെ, നിങ്ങളോട് ഇതേ അവസ്ഥയിൽ കടന്നു പോകുന്ന എല്ലാ സ്ത്രീകൾക്കും വേണ്ടി ഹണി റോസ് എന്ന ഞാൻ യുദ്ധം പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ആദ്യത്തെ പരാതിയുമായി പോകുന്നത്. 30 പേർക്കെതിരെ കേസെടുക്കുന്നു, ഒരാളെ അറസ്റ്റ് ചെയ്യുന്നു. കുമ്പളം നോർത്ത് സതീശപുരം വീട്ടിൽ ഷാജി. മുഖമില്ലാത്ത ഒരുപാട് പ്രൊഫൈലുകളിലൂടെ ഇവരെ അപമാനിക്കുന്നുണ്ട്. പലയിടങ്ങളിൽ നമ്മൾ തന്നെ കണ്ടിട്ടുണ്ടല്ലോ. എവിടെയൊക്കെയാണ് ഹണി റോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അങ്ങനെ അപമാനിക്കാനായിട്ടുള്ള അങ്ങനെ ഒരു വ്യക്തിയാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ അപമാനിക്കുന്നവർക്കൊപ്പം നിൽക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. ഇവിടെ ഇപ്പോൾ താരസംഘടന AMMA അവർക്ക് പരസ്യ പിന്തുണ നൽകിയിട്ടുണ്ട്. അഡ്ഹോക് കമ്മിറ്റിയുടെ വാർത്താക്കുറിപ്പ് വരുന്നു. അതിനുശേഷമാണ് ഈ കേസിലേക്ക് വരുന്നത്. ഈ ദ്വയാർത്ഥമുണ്ട് എന്ന് പറയുന്നതിനെ ന്യായീകരിച്ചുകൊണ്ടുവരുന്ന ബോബി ചെമ്മണ്ണൂരിനെയാണ് പിന്നെ ഞാൻ കണ്ടത്. ഹണി റോസിന് വിഷമമുണ്ടായതിൽ തനിക്കും വിഷമമുണ്ട്. അതാണ് നമ്മളോട് നടത്തിയ സംഭാഷണത്തിലടക്കം പറയുന്നത്. പല താരങ്ങളും ആഭരണം അണിയിക്കാറുണ്ട്, മോശമായ കാര്യമാണ് എന്ന് എനിക്കോ ഹണിക്കോ തോന്നിയിട്ടില്ല. അതെങ്ങനെയാണ്, ഹണിക്ക് തോന്നിയോ ഇല്ലയോ എന്ന് ബോബി ചെമ്മണ്ണൂരാണോ പറയേണ്ടത്? ഹണിയാണ് പറയേണ്ടത്. ഹണിക്ക് മോശമായി തോന്നി, അതുകൊണ്ടാണ് ഹണി പരാതിയുമായി പോയത് എന്നുള്ളത് അദ്ദേഹം ഇനിയെങ്കിലും മനസ്സിലാക്കണം. DGP, മുഖ്യമന്ത്രി എല്ലാവരുമായി സംസാരിച്ച ശേഷമാണ് ഈ പരാതിയിലേക്ക് പോയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവർ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ എൻ്റെ പേര് മറച്ചു വെക്കേണ്ട, അതിജീവിതയായിട്ടൊന്നുമല്ല, എൻ്റെ പേര് മറച്ചു വെക്കേണ്ട, എനിക്ക് നേരെ ലൈംഗികാധിക്ഷേപം നടത്തി ഞാനായി തന്നെ ഹണി റോസ് വർഗീസ് എന്ന് തന്നെ അവർ പേര് വെച്ചുകൊണ്ട് തന്നെയാണ് എല്ലാ പോസ്റ്റും ഇടുന്നത്. അതിൽ അവരുടെ ഒരു ധൈര്യത്തെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അവർ പോരാട്ടത്തിന് ഇറങ്ങി നിൽക്കുകയാണ്. അതിൽ നിന്ന് പിന്മാറില്ല എന്നവർ പറഞ്ഞതിനെയും ഞാൻ അവർ പറഞ്ഞതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ തന്നെ ഞാൻ ഉൾക്കൊള്ളുകയാണ്. ഇനിയിപ്പോൾ അവർക്ക് സമ്മർദ്ദം വരുമോ, അവർ പിൻവാങ്ങുമോ എന്നുള്ളതൊക്കെ നമ്മൾ വരും കാലങ്ങളിൽ കാണേണ്ടതാണ്. പക്ഷേ ഇന്നത്തെ അവസ്ഥയിൽ ഇന്നവർ സംസാരിച്ചത് വെച്ച് ഇന്നവർ രഹസ്യമൊഴി അടക്കം കൊടുത്ത ഒരു സാഹചര്യത്തിൽ അവർ ഇതിൽ നിന്ന് പിൻവാങ്ങില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇങ്ങനെയുള്ളവർക്കെതിരെ ശിക്ഷ ഉണ്ടാകണം. അത് ഹണി റോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രമല്ല, ഇതുപോലെ പ്രതികരിക്കാൻ സാധിക്കാതെ ജീവൻ ഒടുക്കിയവരടക്കം ഒരുപാട് പേർ ഈ സമൂഹത്തിൽ ഉണ്ടായിരുന്നു. ഇനിയും അങ്ങനെയുള്ളവർ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി ഒരു കൃത്യമായ നടപടിയിലേക്ക് സംസ്ഥാന സർക്കാർ പോകേണ്ടതുണ്ട്. അത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ഇപ്പോൾ വഷളന്മാർക്കുള്ള ഒരു താക്കീതാണ്. അതെ, വഷളന്മാർക്കുള്ള താക്കീതോ എന്നുള്ള നമ്മുടെ ചർച്ച തുടരുകയാണ്. എൻ്റെ അഭിപ്രായത്തിൽ വഷളന്മാർക്കുള്ളൊരു താക്കീതാണ്. പക്ഷേ അതിൻ്റെ ആയുസ് എത്രയാണ് എന്നിപ്പോൾ പറയാറായിട്ടില്ല എന്നുള്ളതാണ്. ഭാരതീയ ന്യായ സംഹിത പ്രകാരം 75(1), 75(4), IT ആക്ട് 67 അനുസരിച്ചാണ് കേസുകൾ എടുത്തിരിക്കുന്നത്. അതിൽ 3 വർഷം വരെ തടവ്, നോൺ ബെയിലബിൾ ആണ്. അപ്പോൾ ആ തരത്തിൽ വളരെ ഗൗരവത്തിലുള്ള കേസ് എടുത്തിരിക്കുന്നു. ഇപ്പോൾ അറസ്റ്റിലേക്ക് നീങ്ങിയിരിക്കുന്നു. ഇന്ന് മുഴുവൻ പോലീസ് സ്റ്റേഷനിൽ കഴിയണം. നാളെ 11 മണിയോടെ തുറന്ന കോടതിയിൽ ഹാജരാക്കും. കോടതി ഇത് ഗൗരവത്തോട് കാണും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ആ തരത്തിൽ നമുക്ക് പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. ഇതിൽ നമുക്കറിയാം, ഹണി റോസ് എന്തിനാണ് ഇയാളുടെ പരിപാടിയിൽ തുടർച്ചയായി പങ്കെടുത്തത് എന്ന ചോദ്യമാണ് വിമർശിക്കുന്നവർ ചോദിക്കുന്നത്. ആദ്യം ഒരു തവണയാണ് അവർ പരിപാടിയിൽ പങ്കെടുത്തത്. അത് ഒരു ബിസിനസ് ഡീലായിരിക്കുമല്ലോ. സ്വാഭാവികമായി അവരെ അതിൽ മോഡലായി ക്ഷണിക്കുന്നു, ഉദ്ഘാടനത്തിന് ക്ഷണിക്കുന്നു, അവർ പോകുന്നു. അന്നേ ദിവസം തന്നെ അവിടെ വെച്ച പരിപാടിയിൽ അവർക്കെതിരെ ഈ പറയുന്ന ദ്വയാർത്ഥ പ്രയോഗം അവിടെ നടത്തുന്നുണ്ട്. അവർക്ക് ആ സമയത്ത് അത് മനസ്സിലായില്ല എന്ന് പറയുന്നു. വീട്ടിലെത്തിയ ശേഷം പലരായി വിളിച്ചു പറയുന്നു. അതേ സമയത്ത് തന്നെ ഇയാളുടെ മാനേജറെ വിളിച്ചു പറയുന്നുണ്ട്, മോശമായി പോയി ആ പ്രയോഗമെന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് തുടരുകയാണ് ചെയ്തത്. പിന്നെ ഒരു പരിപാടിയിൽ പങ്കെടുത്തല്ലോ എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ അത് ഇയാളുടെ പരിപാടിയായിരുന്നില്ല. മറ്റൊരു പരിപാടിയിൽ പോയപ്പോൾ അവിടെ അതിഥിയായി വരികയായിരുന്നു. അവിടെയും ഇത് തുടർന്നു. പിന്നീട് കാണുന്നത് പലതരത്തിലുള്ള യൂട്യൂബർമാർക്ക് നൽകുന്ന ഇൻ്റർവ്യൂസാണ്. ആ ഇൻ്റർവ്യൂകളിൽ മുഴുവൻ നേരത്തെ സുജയ പറഞ്ഞതുപോലുള്ള പ്രയോഗങ്ങൾ നടത്തുന്നു. ഈ പ്രയോഗം മാത്രമല്ല, ഞാൻ നടി എന്നല്ലേ വിളിച്ചത്, ഡാഷ് എന്നല്ലല്ലോ എന്ന് പറയുന്നു. അത് നമുക്ക് ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷേ അയാളത് സുഖമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അയാൾക്ക് പരസ്യമായി പറയാനുള്ള റൈറ്റ് ആരാണ് കൊടുക്കുന്നത്? അത്രത്തോളം സ്വാതന്ത്ര്യം ഇവിടെ ആർക്കാണുള്ളത് എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. അവിടെയാണ് പണത്തിൻ്റെ ഹുങ്ക് എന്നുള്ള ഈ ഇവരുടെ പ്രയോഗം
ഹണി റോസിൻ്റെ പ്രയോഗം അന്വർത്ഥമാകുന്നത്. ആ പണത്തിൻ്റെ ഹുങ്കിൽ തന്നെയാണ്. ഞാൻ ചാരിറ്റി നടത്തുന്നുണ്ട്, അപ്പോൾ എനിക്ക് പെണ്ണ് പിടിക്കാം, അതിൽ നാട്ടുകാർക്ക് എന്താണ് പ്രശ്നം എന്ന് മുൻപ് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഇയാൾ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു. ആ സമയത്ത് ഇയാളെ വളരെയധികം വാഴ്ത്തിപ്പാടുകയായിരുന്നു ആളുകൾ. കാരണം ഇതൊരു തുറന്ന മനസ്സോടെ എല്ലാം വിളിച്ചു പറയുന്ന ഒരു വ്യക്തി, ഒരു ധീരൻ എന്ന നിലയ്ക്കാണ് ബോബി ചെമ്മണ്ണൂരിനെ അന്ന് പലരും വാഴ്ത്തിയത്. മാധ്യമങ്ങൾക്ക് പരസ്യങ്ങൾ കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് ഇയാൾക്കെതിരെ ആരുമൊന്നും ചെയ്യില്ല, ആരുമൊന്നും പ്രതികരിക്കില്ല, മാധ്യമങ്ങൾ പ്രതികരിക്കില്ല എന്ന രൂപത്തിലാണ് പറഞ്ഞത്. അന്ന് പക്ഷേ പ്രധാനപ്പെട്ട മാധ്യമങ്ങളില്ല, സമൂഹ മാധ്യമങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട ചർച്ച നടന്നത്. ആ ചർച്ചയിൽ തന്നെ വളരെ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പോസിറ്റീവായ അദ്ദേഹത്തിൻ്റെ പ്രയോഗത്തിന് പോസിറ്റീവായ കമൻസ് അല്ലെങ്കിൽ ബോബി ചെമ്മണ്ണൂരിനെ അനുകൂലിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ മലയാളി സമൂഹത്തിൽ ഒരു വിഭാഗം പുരുഷന്മാർക്കുള്ള ഒരുതരം ഫ്രസ്ട്രേഷൻ, തനിക്ക് നേരിട്ട് പറയാൻ പറ്റാത്ത ചില കാര്യങ്ങൾ മറ്റൊരാൾ പറയുമ്പോൾ അതിൽ ലഭിക്കുന്ന ഒരുതരം രതിസുഖമുണ്ടല്ലോ, അതാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു തുടർച്ചയാണ്. നമുക്കറിയാം, നമ്മളൊരു വാർത്ത വായിച്ചാലും അല്ലെങ്കിൽ ഒരു പരിപാടി അവതരിപ്പിച്ചാലും അത് എത്ര ഗൗരവത്തിലുള്ള വിഷയമാണെങ്കിലും അതിന് താഴെ വരുന്ന വഷളൻ കമൻസ്, ഈ പറയുന്ന പലർക്കും മുഖമില്ല. എത്രത്തോളം പരാതിപ്പെട്ടാൽ നടപടികൾ ഉണ്ടാകും. ഇന്ന് ഭാഗ്യലക്ഷ്മി വിഷയത്തിൽ പ്രതികരിക്കുകയായിരുന്നു. നമുക്കറിയാം ഭാഗ്യലക്ഷ്മിയുടെ കേസ് നമ്മൾ തന്നെ അന്ന് തത്സമയം എല്ലാ മാധ്യമങ്ങളും കൊടുത്തിട്ടുള്ളതാണ്. ഒരു ലോഡ്ജിലിരുന്ന് ഒരു വഷളൻ, ഇതുപോലൊരു വഷളൻ ഒരു ലോഡ്ജിലിരുന്ന് ഭാഗ്യലക്ഷ്മിക്കെതിരെ അസഭ്യ പ്രയോഗങ്ങൾ അല്ലെങ്കിൽ അസഭ്യ പ്രതികരണങ്ങൾ, ഇവർ ഇങ്ങനെയായിരുന്നു, പണ്ട് അങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തുടർച്ചയായി വീഡിയോ ഇടുകയാണ്. എന്നിട്ട് സ്വയം ഒരു മാധ്യമപ്രവർത്തനായി അയാളെ തന്നെ വിശേഷിപ്പിക്കുകയാണ്. എന്നിട്ട് ഇതിങ്ങനെ അതിന് താഴെ ഒരുപാട് കമൻസ്, അതിന് വളരെ ഈ വൈറലാവുക എന്ന് പറഞ്ഞാൽ എന്ത് അശ്ലീലത്തിനും വൈറലാകാൻ പറ്റും. ഒരു സിനിമയ്ക്ക് ആൾക്കാർ കൂടുതൽ കാണാനുണ്ടാകും, രഹസ്യമായി കാണുന്നവരുണ്ടാകും. ആ ഒരു സുഖമാണ് ഇവർ അനുഭവിക്കുന്നത്. അപ്പോൾ വൈറലാവുക എന്ന പ്രയോഗത്തിലൂടെ ഈ തരത്തിൽ സ്ത്രീ അപമാനിക്കുന്ന കാര്യങ്ങൾ, കണ്ടന്റുകൾക്ക് ഒരുപാട് കാഴ്ചക്കാരും കേൾവിക്കാരും ഉണ്ടാകുന്നു. അതിനുശേഷം അവരെന്ത് ചെയ്തു? പരാതിപ്പെട്ട ശേഷം നടപടി ഉണ്ടാകാതിരുന്ന ഘട്ടത്തിൽ ഭാഗ്യലക്ഷ്മി കുറച്ച് സുഹൃത്തുക്കളുമായി ചേർന്ന് സ്വയം കൈകാര്യം ചെയ്യുന്നു. അയാൾ അടിച്ച ശേഷം അയാളെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അയാളുടെ പരാതിയിൽ, അയാളെ ഉപദ്രവിച്ചു എന്ന പരാതിയിൽ ഇവർക്കെതിരെയും കേസ് വരികയാണ്. അങ്ങനെ ആ കേസിൻ്റെ കൊടുക്കൽ വാങ്ങൽ ഈ പരിപാടികൾ നീണ്ടിപ്പോൾ 8ാമത്തെ വർഷമാണ്. ഇപ്പോഴും ആ കേസിൽ ഒന്നുമായിട്ടില്ല. അപ്പോൾ ഇതാണ് സാധാരണഗതിയിൽ ഒരാൾക്കുള്ള അനുഭവം. ഭാഗ്യലക്ഷ്മി എന്ന് പറഞ്ഞാൽ ഒരു സാധാരണക്കാരിയല്ല, അത്യാവശ്യം സ്വാധീനവും അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അവരുടെ പോലും അനുഭവം ഇതാണ്. എനിക്കും സമാനമായ അനുഭവം ഒരു പുതിയ മാധ്യമത്തിൽ ജോലിക്ക് ചേർന്ന സമയത്ത് ഈ തരത്തിൽ ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെ ഒരു ചിത്രം വെച്ചുകൊണ്ട് എൻ്റെ പടം കൂടി വെച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ട് ഒരു കണ്ടന്റ് അയാളും മാധ്യമപ്രവർത്തനമായിട്ടാണ് സ്വയം അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു വൃത്തികെട്ട മാധ്യമം, അതായത് സ്ത്രീകളെ അപമാനിക്കാൻ മാത്രമായിട്ട് വീഡിയോകൾ ചെയ്യുന്ന ഒരു സംരംഭമാണ്. അതിൽ പരാതി കൊടുക്കുമ്പോൾ അതിനെത്ര വേഗം ആ കേസിൽ ഉണ്ടായിട്ട്, ഞാനും രഹസ്യമൊഴിയാണ് നൽകിയത്, എത്രത്തോളം വേഗം ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഇപ്പോൾ വർഷങ്ങൾക്കിപ്പുറം ഞാൻ വീണ്ടും അതിൽ കൂടുതൽ കോടതി നടപടികളിലേക്ക് പോകണം, നമ്മുടെ ജോലി വിട്ട് അതിലേക്ക് പോകണം എന്ന് പറയുമ്പോൾ നമ്മൾ പരമാവധി അതിൽ നിന്ന് വിട്ടു നിൽക്കും. അത് അതിൻ്റെ വഴിക്ക് പോകുന്നില്ലെങ്കിൽ പോകണ്ട എന്ന് തീരുമാനിക്കും. ഒരു മടുപ്പിലേക്ക് നമ്മളെത്തും. അതാണ് അതിൻ്റെ ഒരു വേഗം. അതുകൊണ്ടാണ് പലരും കേസ് കൊടുക്കാനും പരാതിപ്പെടാനും ഒക്കെ മടിക്കുന്ന ഒരു സാഹചര്യം. ഇതിപ്പോൾ നേരിട്ട് മുഖ്യമന്ത്രി ഇടപെടുന്നു, DGP ഇടപെടുന്നു. അതെന്തുകൊണ്ടാണ്? അത് പരസ്യമായി അവർ അതിൽ പ്രതികരിക്കുകയാണ് ചെയ്യുന്നത്. ആദ്യത്തെ ഘട്ടത്തിൽ ഒരു വ്യക്തി എന്ന് മാത്രം പറഞ്ഞ് പ്രതികരിക്കുന്നു. അതിനുശേഷം വന്നിരിക്കുന്ന ആ പോസ്റ്റിന് താഴെയും മോശം കമൻറ്റുകൾ വന്നപ്പോഴാണ് ഇതിൽ കൃത്യമായി പോലീസിൽ തന്നെ പരാതി കൊടുക്കാമെന്നൊരു തീരുമാനത്തിലേക്ക് അവർ പോകുന്നത്. പിന്നീട് അവർ DGPയെയും മുഖ്യമന്ത്രിയെയും വിളിക്കുന്നു. എല്ലാവർക്കും മുഖ്യമന്ത്രിയെയും DGPയെയും വിളിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഈ കേസിൽ ആ ഒരു വേഗമുണ്ടായിരിക്കുന്നു എന്നുള്ള കാര്യം ശരിയാണ്. പക്ഷേ ആ വേഗമുണ്ടാകുമ്പോഴും ഇനി അങ്ങോട്ട് എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് പ്രധാനം. നാളെ കോടതിയിൽ അതെടുക്കുമ്പോൾ കോടതി എന്തു പറയുന്നു? ഇപ്പോൾ സമാനമായൊരു കേസ് ഇന്നലെ കോടതി എടുത്തിട്ടുണ്ട്. ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു പരാമർശം പ്രതീക്ഷ നൽകുന്നതാണ്. സ്ത്രീയെ അല്ലെങ്കിൽ സ്ത്രീയുടെ ശരീരഘടനയെക്കുറിച്ച് പുകഴ്ത്തി പറയുന്നതും സ്ത്രീത്വത്തെ അപമാനിക്കലാണ് എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അനാവശ്യ വർണ്ണന നടത്തുന്നതും അശ്ലീല സന്ദേശങ്ങൾ അയക്കുന്നതും ലൈംഗിക ചുവടയോടെയല്ല എന്ന് കരുതാനാവില്ല എന്ന് ഹൈക്കോടതി പറയുന്നു. സഹപ്രവർത്തിയെ അപമാനിച്ചെന്ന കേസിലെ FIR റദ്ദാക്കണമെന്ന KSE ഉദ്യോഗസ്ഥന്റെ ആവശ്യം ഹൈക്കോടതി തള്ളിക്കൊണ്ടാണ് ഇങ്ങനെയൊരു നിരീക്ഷണം നടത്തിയിരിക്കുന്നത്. ഇത് 2017 നടന്ന കേസാണ്. അതിലാണ് ഇപ്പോൾ ഇത്ര വൈകിയാണെങ്കിലും ഹൈക്കോടതി ഇങ്ങനൊരു പരാമർശം നടത്തുകയും ആ ഒരു ഹർജി തള്ളുകയും ചെയ്തിരിക്കുന്നത്. അതൊരു പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. ഇതിൽ നോക്കൂ, ഇതിൽ സ്ത്രീയുടെ ശരീരഘടനയെ പുകഴ്ത്തി പറയുകയാണ് ചെയ്തത്. പുകഴ്ത്തി പറയുന്നു എന്ന് പറയുമ്പോൾ വഷളം പ്രയോഗങ്ങളോട് പുകഴ്ത്തിയായിരിക്കും ചെയ്തിരിക്കുന്നത്. ഇതിലിപ്പോൾ ഇയാൾ പറയുന്നു ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയുന്നു. പക്ഷേ ഉദ്ദേശിച്ച് പറഞ്ഞതും നമ്മുടെ മുന്നിലുണ്ട്, ഉദ്ദേശിക്കാതെ പറഞ്ഞതും നമ്മുടെ മുന്നിലുണ്ട്. ഇയാളുടെ ഇൻ്റർവ്യൂ എടുക്കാൻ മനഃപൂർവ്വം ചെറിയ പെൺകുട്ടികളെ വിടുന്ന അനുഭവം നമ്മൾ കണ്ടിട്ടുണ്ട് പല ഈ പറയുന്ന ഓൺലൈൻ മാധ്യമങ്ങൾ. അങ്ങനെ ആ ഇൻ്റർവ്യൂ
ഇൻ്റർവ്യൂ എടുക്കുമ്പോഴും ആ ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുന്ന പെൺകുട്ടികൾ ഭയന്ന് ഇയാൾ എന്താണ് പറയുക എന്ന് ഭയന്ന് നിൽക്കുന്ന ദൃശ്യങ്ങളടക്കം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇതൊക്കെ തന്നെ ഒരു കണ്ടന്റ് ആകുകയും ഇതൊക്കെ തന്നെ വൈറലാക്കുകയും ചെയ്യുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മാർക്കറ്റിംഗ് തന്ത്രം വിജയിക്കുന്നു. അങ്ങനെ ഒരു മാർക്കറ്റ് ഉണ്ടാക്കിയ ആളാണ് ഇയാൾ. അതിലയാൾ വിജയിക്കുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ വിജയത്തിലേക്ക് അയാൾ എങ്ങനെ എത്തി? ഈ ഘട്ടം വരെ എങ്ങനെ എത്തി? ഇപ്പോൾ ഒരു ഹണി റോസ് പരാതി നൽകുന്ന വരെയാണോ ഇവിടെ ബോബി ചെമ്മണ്ണൂർ ആളുകളെ അപമാനിച്ചിട്ടുള്ളത്? അല്ലല്ലോ. ഇത് കുറേ കാലമായി തുടരുന്ന ഒരു കാര്യമാണ്. ഇത് ഹണി റോസ് ആയതുകൊണ്ട് ഒരു നടപടിയിലേക്ക് കടന്നു. ഇനി സിനിമ സാധാരണക്കാരനായ ഒരു കടക്കാരനോട് ചായക്കട ഒരു പ്രായമുള്ള ആളോട് അയാളോട് മോശമായ വാക്ക് പറയുന്നത് അതൊന്നും നമുക്ക് പറയാൻ പോലും പറ്റില്ല. അത്രയും വഷളത്തരമാണ്. ഇത് സ്ഥിരമായി യൂട്യൂബിൽ എടുത്തു നോക്കിയാൽ ബോബി ചെമ്മണ്ണൂർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നത് എന്തായിരിക്കും എന്നുള്ളത് നമുക്കറിയാമല്ലോ. അപ്പോൾ ഈ തരത്തിൽ ടൈപ്പ് ചെയ്ത് ഓരോന്ന് കാണുന്ന ആളുകളും അതിന് താഴെ കമൻറ്റ് ഇടുന്ന ആളുകളും ഒക്കെ തന്നെയാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ ഇത് ഒരു സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദമാണ്. എല്ലാവരും ഇതാണ് എന്ന് ഞാൻ കരുതുന്നില്ല. ഇന്നിപ്പോൾ ഹണി റോസ് പറയുന്നുണ്ട്, രാവിലെ സുജിയോട് പ്രതികരിക്കുമ്പോൾ പറഞ്ഞ് എനിക്ക് വലിയ പ്രതീക്ഷയുണ്ട്, വിചാരിക്കാത്ത ഭാഗങ്ങളിൽ നിന്ന് പോലും പിന്തുണ ലഭിച്ചിരിക്കുന്നു. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആ തരത്തിൽ പിന്തുണയ്ക്കുന്ന ഒരു വലിയ സമൂഹം ഉണ്ടായിരിക്കുന്നു. അപ്പുറത്ത് ഒരു ന്യൂനപക്ഷമാണെങ്കിലും അപമാനിക്കുന്ന തരത്തിൽ തുടരുന്ന ഒരു ന്യൂനപക്ഷമുണ്ട്. കാരണം ബോബി ചെമ്മണ്ണൂർ മോശക്കാരനായിരിക്കാം, അങ്ങനെയെങ്കിൽ ഹണി റോസ് മോശക്കാരിയല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഹണി റോസ് എന്തിനാണ് അയാളുടെ പരിപാടിയിൽ പങ്കെടുത്തത്? എന്തിനാണ് ഹണി റോസ് ഇങ്ങനത്തെ വസ്ത്രങ്ങൾ ഇടുന്നത്? എന്തിനാണ് പിന്തിരിഞ്ഞു നിന്ന് പരിപാടിയിൽ പങ്കെടുക്കുന്നത്? അത് ക്യാമറ പ്രത്യേക രീതിയിൽ സെറ്റ് ചെയ്തുകൊണ്ട് ഈ തരത്തിൽ സൂം ചെയ്തുകൊണ്ട് അങ്ങനെ കാണിക്കുന്നു. ആ വീഡിയോയ്ക്ക് നല്ല റീച്ച് കിട്ടുന്നു. അതൊരു തന്ത്രമായി, വിപണിയുടെ തന്ത്രമായി മാറുന്നു. ഇനി സ്ത്രീക്ക് എന്ത് വേഷം ധരിക്കണം, സ്ത്രീക്ക് എന്ത് പരിപാടിയിൽ പങ്കെടുക്കണം, എന്ത് പ്രൊഫഷൻ സ്വീകരിക്കണം, തൻ്റെ സൗന്ദര്യമാണ് തൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അസറ്റ് എന്ന് കരുതി ആ സൗന്ദര്യത്തിൽ താനൊരു ഒരു അതുവഴി തനിക്ക് നേട്ടമുണ്ടാക്കാൻ ഒരു സ്ത്രീ ആഗ്രഹിക്കുകയാണെങ്കിൽ അത് അവരുടെ തീരുമാനമാണ്. അതിൽ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല. അത് മറ്റേ ആൾക്കുള്ള ഒരു ലൈസൻസ് ആണ് എന്ന് കരുതുന്നിടത്താണ് പ്രശ്നം വരുന്നത്. അതാണ് ഇത്രയും കാലം ബോബി ചെമ്മണ്ണൂർ കരുതിയിരുന്നത്. ആ തോന്നലിൽ നിന്നും ബോബി ചെമ്മണ്ണൂർ പുറത്തു വരുമോ എന്നാണ് നമുക്കറിയേണ്ടത്. പക്ഷേ ഇന്നും കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്താൻ കൊണ്ടുവരുമ്പോഴും വണ്ടിയിൽ നിന്ന് പുറത്തിറക്കുമ്പോൾ അയാൾ പറഞ്ഞത് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ്. അതായത് തൻ്റെ പ്രയോഗങ്ങൾ വേറെ ആർക്കൊക്കെയോ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ താൻ പറഞ്ഞതിനെ മറ്റുള്ളവർ ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെ മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല, ഞാൻ പറഞ്ഞ അർത്ഥം അതേയല്ല, ഞാൻ പറഞ്ഞത് തമാശയാണെന്നാണ് അയാൾ പറയുന്നത്. അപ്പോൾ അയാൾ തമാശയായി വ്യാഖ്യാനിച്ചിരിക്കുന്നത് സ്ത്രീകളെ അപമാനിക്കലാണ് എന്നുള്ളത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, കാലങ്ങളായി തുടരുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ ഒരു താൽക്കാലികമായി ഒരു ഷോക്ക് ട്രീറ്റ്മെൻ്റ് ആണ് എന്ന് മാത്രം ഞാൻ കരുതുന്നു. ഇതിൽ കോടതി എടുക്കുന്ന നിലപാട് തന്നെയാണ് പ്രധാനം. 3 വർഷം തടവ് ബോബി ചെമ്മണ്ണൂറിന് ലഭിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ജാമ്യം ലഭിക്കാത്ത രീതിയിൽ അയാൾ കുറച്ച് ദിവസമെങ്കിലും അകത്ത് കിടക്കുമോ എന്നാണ് അറിയുന്നത്. അങ്ങനെ അകത്ത് കിടക്കുമ്പോഴാണ് താൻ ചെയ്തത് തമാശയല്ല എന്നൊരു ബോധ്യത്തിലേക്ക് അയാൾക്ക് വരാനാവുക. അയാൾക്ക് സമൂഹത്തിൽ നല്ല സ്വാധീനമുണ്ട്, പണത്തിൻ്റെ സ്വാധീനമുണ്ട്, അതിൻ്റെ ആത്മവിശ്വാസം അയാൾക്കുണ്ട്. അതാണ് അയാൾ ഇന്ന് രാത്രി പോലും കാണിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ആ ആത്മവിശ്വാസം തകർക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഞാൻ നോക്കിക്കാണുന്നത്. ഇനി ഈ വിഷയത്തിൽ സിനിമാ ലോകത്തു നിന്നും ഹണി റോസിന് ലഭിച്ചിരിക്കുന്ന പിന്തുണ നല്ല കാര്യം. പക്ഷേ നടി ആക്രമിക്കപ്പെട്ട ഘട്ടത്തിൽ എത്രത്തോളം അവർക്ക് പിന്തുണ ഈ സിനിമാ മേഖലയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. ഹണി റോസിന് ഇപ്പോൾ സിനിമാ മേഖലയിൽ നിന്നുള്ള ഒരാളാണ് ഈ ദ്വയാർത്ഥ പ്രയോഗം പൊതുവേദിയിൽ വെച്ച് ഹണി റോസിനെതിരെ നടത്തുന്നതെങ്കിൽ ഈ രീതിയിൽ പ്രതികരിക്കുമോ? ഈ രീതിയിൽ പ്രതികരിക്കില്ല. അപ്പോൾ ഹണി റോസിന് പിന്തുണ നൽകില്ല. അത് അദ്ദേഹത്തിൻ്റെ ഒരു തമാശ അല്ല, അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവം എന്ന രീതിയിൽ വ്യാഖ്യാനിക്കും. ഇത് നമ്മൾ മുമ്പും പല കേസുകളിലും കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നൽകുന്ന ഫെഫ്കയുടെ പിന്തുണ, AMMയുടെ പിന്തുണ, ഇതൊക്കെ ഹണി റോസിന് ഇപ്പോൾ കിട്ടുന്നത് അത് സിനിമാ മേഖലയിൽ നിന്ന് അല്ലാത്ത ആളായതുകൊണ്ട് മാത്രമാണെന്നാണ് ഞാൻ കരുതുന്നത്. ഏതായാലും നിലവിൽ ഇതൊരു താക്കീതായി തന്നെ നിൽക്കുന്നു. അതിന് ആയുസ്സുണ്ടോ എന്നുള്ളതാണ് നാളെ കോടതി പറയുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഉണ്ണിബാലകൃഷ്ണൻ, നോക്കൂ, ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും വളരെ വ്യക്തമായി കാര്യങ്ങൾ വിശദീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ രണ്ടുപേരുടെയും നിലപാടിനോട് പൂർണ്ണമായും യോജിക്കുന്ന ഒരാളാണ് ഞാൻ. ഇക്കാര്യത്തിൽ മറ്റൊരു കാര്യമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നോക്കൂ, ഒരു സമൂഹം എന്ന നിലയിൽ ഈ വിഷയത്തിൽ നിന്ന് നമ്മൾ ചില കാര്യങ്ങൾ പഠിക്കണമല്ലോ. ഇപ്പോൾ സമൂഹത്തിൽ ചില അപജയങ്ങളുണ്ടാകും. ആ അപജയങ്ങളെ ചൂഷണം ചെയ്ത് നേട്ടമുണ്ടാക്കുന്ന വ്യക്തികളും ഉണ്ടാകും. അങ്ങനെയുള്ളവരെ വളരെ നേരത്തെ തിരിച്ചറിയുന്നതിലാണ് ഒരു സമൂഹത്തിൻ്റെ ബുദ്ധി പ്രവർത്തിക്കുന്നത്. അങ്ങനെയുള്ള സമൂഹത്തെയാണ് നമ്മൾ ബുദ്ധിയുള്ള സമൂഹം, പ്രബുദ്ധമായ സമൂഹം എന്നൊക്കെ വിളിക്കുന്നത്. ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ഈ മനുഷ്യൻ ആരാണ്? യഥാർത്ഥത്തിൽ ഇയാളൊരു സാധാരണ വ്യവസായി മാത്രമാണ്, അല്ലേ? ഒരു സ്വർണ്ണ വ്യാപാരിയാണ്, അയാൾക്ക് എസ്റ്റേറ്റ് ഉണ്ട്, അതുപോലെ അയാളൊരു ഹോട്ടലിയറാണ്, അയാൾക്ക് തേയില കച്ചവടമുണ്ട്. ഈ രീതിയിലൊക്കെ വിവിധ ബിസിനസ്സുകളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു സാധാരണ വ്യവസായി മാത്രമാണ്. അയാളൊരു സക്സസ്ഫുൾ ബിസിനസ്മാനാണ്. പക്ഷേ അത് മാത്രമാണോ കേരളത്തിൽ ബോബി ചെമ്മണ്ണൂർ? കേരളത്തിൽ ബോബി ചെമ്മണ്ണൂർ കഴിഞ്ഞ 10 വർഷമായിട്ടൊരു കൾട്ട് ഫിഗർ അല്ലേ? ഒരു കൾട്ട്
മട്ടായിട്ട് അയാളെ സ്വയം മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതൊരു സമൂഹത്തിൻ്റെ പിന്തുണയില്ലാതെ അല്ലെങ്കിൽ സമൂഹത്തിലെ ഏതെങ്കിലും വിഭാഗങ്ങളുടെ പിന്തുണയില്ലാതെ സാധ്യമാവുന്നൊരു കാര്യമല്ല. ആ അർത്ഥത്തിൽ ബോബി ചെമ്മണ്ണൂർ കൗശലക്കാരനായൊരു വ്യവസായിയാണ്. അയാൾ നന്നായിട്ട് സമൂഹത്തെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണത് ചെയ്യുന്നത്? ഇപ്പം നമുക്കറിയാമല്ലോ, ആദ്യം തന്നെ അയാളുടെ വേഷമാണ്. ആ വേഷവും എടുത്തു നോക്കിക്കേ. ഇപ്പോൾ ആദ്യം തന്നെ ബോബി ചെമ്മണ്ണൂർ ശ്രദ്ധ നേടുന്നത് അയാളുടെ വേഷത്തെ മാറ്റിക്കൊണ്ടാണ്. അത് ഇത്ര സൂക്ഷ്മമായി അയാൾ ആസൂത്രണം ചെയ്യുന്നു. ഒരു പ്രത്യേകതരം വേഷത്തിൽ അയാൾ ആദ്യം പ്രത്യക്ഷപ്പെടുന്നു. നമുക്കറിയാലോ, ഒരു പ്രത്യേകതരം വേഷത്തിൽ ഒരാൾ ഒരു കൂട്ടത്തിൽ പ്രത്യക്ഷപ്പെട്ടാൽ അയാൾ വളരെ പെട്ടെന്ന് ശ്രദ്ധ നേടിയെടുക്കും. ആ രീതിയിൽ ആദ്യം അയാൾ ജനങ്ങളുടെ ഒരു ആകർഷണം, എന്താ പറയുക, ജനങ്ങളുടെ ശ്രദ്ധയെ ആകർഷിക്കാൻ ശ്രമിക്കുന്നു. പിന്നീട് നമ്മൾക്കൊക്കെ ഏറ്റവും വലിയ ദൗർബല്യമാണ് ഈ ചാരിറ്റി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് പണക്കാരായിട്ടുള്ള വലിയ കോടീശ്വരന്മാരൊക്കെ ചാരിറ്റി നടത്തിയാൽ അത് വലിയ വാർത്തയും വലിയ സംഭവമാണ്. ഇപ്പം നിങ്ങളോ ഞാനോ ആർക്കെങ്കിലും 100 രൂപയ്ക്ക് ഒരു ഭക്ഷണം വാങ്ങിച്ചു കൊടുത്താൽ അതൊന്നും വലിയ വാർത്തയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വലിയ സംഭവമല്ല. പക്ഷേ വലിയൊരു വ്യവസായി ആർക്കെങ്കിലും ഒരു വീട് വെച്ച് കൊടുത്താൽ വലിയൊരു ദാനധർമ്മിഷ്ഠനായി അദ്ദേഹം വാഴ്ത്തപ്പെടും. അത്തരത്തിൽ ചാരിറ്റി പ്രവർത്തനം എന്ന് പറയുന്ന ഒരു മേഖലയിലേക്കാണ് പിന്നീട് ബോബി ചെമ്മണ്ണൂർ വരുന്നത്. കേരളത്തിൻ്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇദ്ദേഹം 600 കിലോമീറ്റർ ഒരു ഓട്ടം നടത്തിയിരുന്നു, അല്ലേ? വലിയ മീഡിയ കവറേജ് നടത്തിയത്. എന്തായിരുന്നു അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്? രക്തബാങ്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഈ രക്തബാങ്ക് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഏത് ഹോസ്പിറ്റലിൽ പോയാലും ഒരു പ്രശ്നമാണ്, രോഗികൾ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് രക്തത്തിൻ്റെ കുറവ് അല്ലെങ്കിൽ രക്തം കിട്ടാനുള്ള ദൗർലഭ്യം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ രക്തബാങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബോബി ചെമ്മണ്ണൂർ ഇറങ്ങി ഓടുന്നു. മാധ്യമങ്ങൾ അതിൻ്റെ പിന്നാലെ ഓടുന്നു, നാട്ടുകാർ കൂടുന്നു, കൈയടിക്കുന്നു. ആ അർത്ഥത്തിലൊക്കെ വലിയ രീതിയിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളിലേക്കാണ് പിന്നീട് ബോബി ചെമ്മണ്ണൂർ വരുന്നത്. ഈ സമയത്തൊക്കെ ബോബി ചെമ്മണ്ണൂർ അദ്ദേഹത്തെ ഒരു ബ്രാൻഡായിട്ട് ഡെവലപ്പ് ചെയ്യുകയാണ്. അങ്ങനെ അദ്ദേഹം വളരെ സ്ലോലി ഒരു കൾട്ട് ഫിഗറായിട്ട് മാറുകയാണ്. എന്ന് മാത്രമല്ലല്ലോ, ഏത് അനീതി കണ്ടാലും അദ്ദേഹം ഇടപെട്ടിട്ട് അവിടെ ഒരു പ്രശ്നത്തിൽ ഇടപെട്ട് ആ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കും. ഇപ്പം നമുക്കറിയാം, 2021 നെയ്യാറ്റിൻകരയിൽ 2 കുട്ടികൾ അച്ഛനും അമ്മയും മരിച്ചു പോയിട്ട് അവർ ആത്മഹത്യ ചെയ്തിട്ട് ഈ പറയുന്ന ഭൂമി തർക്കവുമായി ബന്ധപ്പെട്ട് അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്യുന്നു. കുട്ടികൾ ആ കുഴിമാടമുണ്ടാക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മുടെ കൺമുന്നിലുണ്ടല്ലോ. അപ്പോൾ തന്നെ ബോബി ചെമ്മണ്ണൂർ അവിടെ എത്തുന്നു. ഉടനെ തന്നെ ആ ഭൂമി വാങ്ങുന്നു. എന്നിട്ട് ഈ കുട്ടികൾക്ക് പതിച്ചു കൊടുക്കുന്നു. ആ കുട്ടികളത് നിഷേധിച്ചു. അത് വാങ്ങിക്കേണ്ട, ഞങ്ങളത് വാങ്ങിക്കില്ല എന്ന് പറഞ്ഞു. ഈ രീതിയിലൊക്കെ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ 2024 ഉണ്ടായിട്ടുള്ള വയനാട് ദുരന്തത്തിൽ പ്രതിശ്രുത വരൻ പിന്നെ മരിച്ചുപോയ ശ്രുതി എന്ന പെൺകുട്ടിക്ക് ബോബി ചെമ്മണ്ണൂർ 10 ലക്ഷത്തിൻ്റെ വീട് വെച്ച് കൊടുക്കുന്നു. ഈ രീതിയിലൊക്കെയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് വേറൊരു തരത്തിലുള്ള ഒരു ഇമേജ് ബിൽഡിംഗ് ആണ് നടക്കുന്നത്. പക്ഷേ ബോബി ചെമ്മണ്ണൂർ ഏറ്റവും ബുദ്ധിപരമായി ഉപയോഗിച്ചൊരു സാധനം എന്താ അറിയാമോ? സോഷ്യൽ മീഡിയയാണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വന്നപ്പോഴത്തേക്കും എന്തും വിളിച്ചു പറയുന്ന ഒരാളായിട്ട് ഇയാൾ അങ്ങ് രംഗപ്രവേശം ചെയ്യുകയാണ്. അതിനയാൾക്ക് അനുയായികൾ ഉണ്ടാവുകയാണ്. എന്നിട്ട് ഫാൻസ് അസോസിയേഷൻ ഉണ്ടാക്കുന്നു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം. നിങ്ങളൊന്ന് നോക്കിക്കേ. എന്നിട്ടൊരു ചെറിയൊരു ചുരുക്കപ്പേരുണ്ട്, ബോച്ചെ. പുള്ളി തന്നെ പറയും ബോച്ചെ എന്ന് പറയും. ഇപ്പോൾ EMS നമ്പൂതിരിപ്പാടിൻ്റെ പേര് നമ്മൾ ആരും EMS എന്നല്ലേ പറയുള്ളൂ. ഇപ്പോൾ PK വാസുദേവൻ എന്നായിരുന്നു നമ്മൾ നീട്ടി വിളിച്ച് പറയത്തില്ല, PKV എന്ന് പറയും. VS അച്യുതാനന്ദൻ നമ്മൾ VS എന്ന് പറയും. AK ആന്റണി AK എന്ന് പറയും. ഉമ്മൻചാണ്ടിയെ OC എന്ന് പറയും. ഇപ്പോൾ ഏറ്റവും അവസാനം മരിച്ചുപോയ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട എഴുത്തുകാരനായിട്ടുള്ള MT വാസുദേവൻ നായരുടെ പേരാരും MT വാസുദേവൻ നായരെന്ന് പറയാറില്ല, MT എന്നൊക്കെ പറയും. ഈ രീതിയിൽ സമൂഹത്തിൽ വിവിധ മേഖലകളിൽ അവരുടെ കഴിവ് തെളിയിച്ചിട്ടുള്ള വ്യക്തിത്വങ്ങളെയൊക്കെ ചുരുക്കപ്പേരിൽ, ഓമനപ്പേരിൽ വിളിക്കുന്നൊരു സമൂഹമാണ് നമ്മൾ. അതെല്ലാ സമൂഹത്തിലും ഉള്ളതാണ്. ഇതാ ഇവിടെ ഇപ്പോൾ അദ്ദേഹം ബോച്ചെ കൂടിയായി മാറി. ആ അർത്ഥത്തിലൊക്കെ ഈ പറയുന്ന നമ്മളെ നിരന്തരം പറ്റിച്ചുകൊണ്ട് സ്വയം ഒരു കൾട്ട് ഫിഗറായി മാറിക്കഴിഞ്ഞ ഒരാളാണ് ഈ പറയുന്ന ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന വ്യവസായത്തെ അല്ല ബ്രാൻഡ് ചെയ്തത്, ഓൺ ബ്രാൻഡിങ്. അയാൾ സ്വന്തമായിട്ട് ബ്രാൻഡ് ചെയ്തു. ആ സ്വന്തമായി ബ്രാൻഡ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അയാളുടെ വ്യവസായത്തെയും വിപുലപ്പെടുത്തി. ഇതിന് കൈയടിച്ചതാരാണ്? ആരാണ് ഇതിന് ലൈസൻസ് കൊടുത്തത്? ആരാണ് ബോബി ചെമ്മണ്ണൂരിൻ്റെ ഫാൻസ് അസോസിയേഷൻ എന്ന് പറയുന്നത്? ഈ പറയുന്ന നമ്മുടെ ഈ നാട്ടിലുള്ള ആളുകൾ തന്നെയാണല്ലോ, അല്ലേ? ഞാൻ പറയുന്നത്, നിങ്ങൾ പറഞ്ഞത് വളരെ ക്ലിയർ ആണ്. ഈ നാട്ടിലെ മനുഷ്യന്മാർ മുഴുവൻ മോശമോ അല്ലെങ്കിൽ അവർ മുഴുവൻ ബോബി ചെമ്മണ്ണൂരിനെ പിന്തുണയ്ക്കുന്നവരോ അവരെല്ലാവരും ഹണി റോസിനെ തള്ളിപ്പറയുന്നവരോ ഒന്നുമല്ല. എന്നാലൊരു ചെറിയ വിഭാഗം അങ്ങനെയുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ സമൂഹത്തിൽ അപജയമുണ്ടെന്ന്. ലോകത്തെവിടെയും സദ്ഗുണ സമ്പന്നമായ അപജയങ്ങളൊന്നുമില്ലാത്ത ഒരു സമൂഹവുമില്ല. ഞാൻ അതുകൊണ്ട് ആദ്യം പറഞ്ഞത്. പക്ഷേ നമുക്ക് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടായാൽ ആ കുഴപ്പത്തെ നമ്മൾ മനസ്സിലാക്കി പെട്ടെന്ന് കറക്റ്റ് ചെയ്യാന്നുള്ളതാണല്ലോ. അതിലെത്ര സമയം എടുത്തിരിക്കും എന്നുള്ളതാണ്. കഴിഞ്ഞ 10-15 വർഷമായിട്ട് ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ഒരു ഐക്കണായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇയാൾ പോകുന്ന സ്ഥലത്തൊക്കെ വലിയ ജനാരവം ഉണ്ടാകുന്നു. ഇദ്ദേഹത്തെ അനുകരിച്ച് ചില കഥാപാത്രങ്ങൾ സിനിമയിൽ ഉണ്ടാകുന്നു, അതിന് കയ്യടി കിട്ടുന്നു. ആ രീതിയിലൊക്കെ കേരളത്തെ പറ്റിച്ചുകൊണ്ട് ഒരാളിങ്ങനെ സുഖകരമായി നിൽക്കാൻ ഏറ്റവും ഒടുവിൽ 1-2 സംഭവങ്ങൾ ഉണ്ടായില്ലേ? ഞാൻ പറയാം. ഈ പറയുന്ന ലോട്ടറി പോലത്തെ ഒരു സംഭവം ഇയാൾ നടത്തിയില്ലേ? പറയുന്ന ആർക്കോ വേണ്ടിയിട്ട്, പിന്നെ ചാരിറ്റി വർക്കാണ്, ചാരിറ്റി വർക്ക് നടത്തുന്നു. അതെ, വിമോചനത്തിന് വേണ്ടിയിട്ട്. എങ്ങനെയാണ് നടത്തിയത്? ഇദ്ദേഹത്തിൻ്റെ തേയിലയുടെ പാക്കറ്റ് വാങ്ങിക്കുമ്പോൾ അതിനോടൊരു ലോട്ടറി കൂടി ഉണ്ടാവും. ആ ലോട്ടറിയുടെ നറുക്കെടുപ്പിലൂടെ കിട്ടുന്ന ഒരാൾക്ക് 10,000 രൂപ അല്ലെങ്കിൽ 1,00,000 രൂപ കൊടുക്കുന്നു. എന്തൊരു വലിയ രീതിയിലാണ് അയാളുടെ ചായപ്പൊടി വിറ്റത്. അതിനെതിരായിട്ടൊരു ചോദ്യമുണ്ടായോ? ഒരു നിയമ നടപടി ഉണ്ടായോ? ലോട്ടറി ഒന്നും നിങ്ങൾക്ക് അങ്ങനെ നടത്താൻ പറ്റില്ലെന്നേ. പക്ഷേ ഇതൊരു ചാരിറ്റി പ്രവർത്തനമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഈ രീതിയിൽ തൻ്റെ വ്യവസായത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന രീതിയിൽ ഒറ്റയ്ക്ക് അയാളൊരു ബ്രാൻഡായിട്ട്. അയാൾക്കെതിരെ വാർത്ത വന്നാലും ഒരു പരിധിക്കപ്പുറം അത് പോവില്ലായിരുന്നു. എന്ന് മാത്രമല്ല, ഈ
പിന്നെ പ്രാഞ്ചിയേറ്റർ ആൻഡ് സെയിൻസ് എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് മമ്മൂട്ടി അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രമുണ്ട്. അതിനകത്ത് അദ്ദേഹം നടത്തുന്ന സ്വർണ്ണക്കടയ്ക്ക് ഒരു പരസ്യം എടുക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയും പുതിയ മോഡലുകളൊന്നും വേണ്ട, ഞാൻ തന്നെ മതി, ഞാൻ മോഡലായിട്ട് ഞാൻ അങ്ങ് എടുക്കാം എന്ന് പറയും. ഈ രീതിയിൽ എന്തിനാന്നേ ബോബി ചെമ്മണ്ണൂരിൻ്റെ മറ്റൊരു മോഡൽ, ബോബി ചെമ്മണ്ണൂർ തന്നെ വലിയൊരു ഐക്കണായിരിക്കുന്ന അറ്റ്ലസ് രാമേന്ദ്രന് ശേഷം നമ്മൾ കണ്ട ജ്വല്ലറി മോഡലാണ്. അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ ബോബി ചെമ്മണ്ണൂർ മലയാളികളെ വലിയ രീതിയിൽ പറ്റിച്ചിട്ടുണ്ട്. അത് നമ്മൾ അങ്ങ് മനസ്സിലാക്കണം. സന്തോഷ് പണ്ഡിറ്റ് പോലൊരു കഥാപാത്രം ഉണ്ടായില്ലേ, നമ്മൾ വളരെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു അയാളെ. അതിൽ ഇത്രയും അശ്ലീലം കേട്ടോ, അല്ല അങ്ങനെ ഒരു ഇത്രയും ഈ രീതിയിലുള്ള ആളാണ്. പിന്നെ അയാൾക്ക് ചില എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്, ഒരു മാനസികമായിട്ടുള്ള എന്തൊക്കെയോ വിളിച്ചു പറയുന്ന ഒരാളായിട്ടൊക്കെയാണ് ഞാൻ അയാളെ മനസ്സിലാക്കിയിട്ടുള്ളത്. അയാൾ ഒരു അസഭ്യമോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ അത് വളരെ പെട്ടെന്ന് മലയാളി തിരിച്ചറിഞ്ഞു. പക്ഷേ ബോബി ചെമ്മണ്ണൂർ പിടികിട്ടിയിട്ടില്ല. അതാണ് നിങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ ഈ പണം ഉണ്ടല്ലോ, ഈ പണം എന്ന് പറയുന്ന പ്രശ്നത്തിനകത്ത് ഈ മലയാളിക്ക് അങ്ങ് കണ്ണുമഞ്ഞളിക്കും. അദ്ദേഹം വലിയ വണ്ടികൾ വാങ്ങിക്കും, എന്നിട്ട് ആ വണ്ടികൾ വാങ്ങിച്ചിട്ട് അതൊക്കെ സാധാരണക്കാർക്ക് ഇങ്ങനെ ഓടിക്കാൻ കൊടുക്കും. അതൊക്കെ വലിയ സംഭവമായിട്ട് ചിത്രീകരിക്കപ്പെടും. അതിനൊക്കെ വലിയ കയ്യടി ഉണ്ടാവും. എന്നിട്ട് ബോച്ചെ എന്ന് പറഞ്ഞിട്ട് ഫാൻസ് അസോസിയേഷൻ ഉണ്ടാകുക. ഈ ഫാൻസ് അസോസിയേഷനിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളുടെ ഒരു മാനസികാവസ്ഥയുണ്ടല്ലോ, അതൊക്കെ നമ്മൾ ഈ ഏത് വേദനത്തിലാണെങ്കിൽ പോലും ആ രീതിയിൽ. അപ്പം ഇത്തരത്തിലുള്ള ആളുകളെ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ മാധ്യമങ്ങൾക്കടക്കം വലിയ പങ്കുണ്ട്. അതിനൊക്കെ കൈയടിക്കുന്ന, അതിനൊക്കെ കൂടി ഒത്തുചേരുന്ന നമ്മുടെ സമൂഹത്തിനും വലിയ പങ്കുണ്ട്. അതിനെ മനോഹരമായി ചൂഷണം ചെയ്ത ഒരാളാണ് ബോബി ചെമ്മണ്ണൂർ എന്ന കാര്യത്തിൽ തർക്കമില്ല. ഞാനൊരു കാര്യം പറയട്ടെ, 2016 VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്തെ ബോബി ചെമ്മണ്ണൂരെതിരായിട്ടൊരു ഒരു കേസും ഉണ്ട്. എന്താ കേസ് എന്നറിയാമോ? ഓക്സിജൻ സിറ്റി എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം ഒരു വലിയ ഒരു റിയൽ എസ്റ്റേറ്റ് പരിപാടി പ്രഖ്യാപിച്ചു. ആ പരിപാടി പ്രഖ്യാപിച്ച സമയത്ത് ഇത് വലിയ തട്ടിപ്പാണെന്ന് പറഞ്ഞിട്ട് VS അച്യുതാനന്ദൻ നേരിട്ട് വന്നിട്ട് മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ചു. എന്ന് മാത്രമല്ല, അദ്ദേഹം DGPക്ക് ഒരു പരാതി കൊടുത്തു, സെബിക്ക് ഒരു പരാതി കൊടുത്തു. എന്താണ് സെബി കണ്ടെത്തിയത്? 1000 കോടി താഴെയാണ് ഇയാളുടെ ആസ്തി എന്ന് പറയുന്നത്. ഇത് അനൗൺസ് ചെയ്തിരിക്കുന്ന പ്രോജക്റ്റ് എത്ര കോടി രൂപയുടെ ആണെന്നറിയാമോ? 6000 കോടി രൂപയുടെ പ്രോജക്റ്റാണ്. ആ കേസ് എന്തായി? ഇങ്ങനെയൊക്കെ നമ്മൾ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞതിനെ കുറിച്ച് ഉണ്ണി സാർ പറഞ്ഞല്ലോ. ഇപ്പോൾ പോട്ടെ, ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ആൾ ഒരു സ്വയം ബ്രാൻഡായിട്ട് ഇങ്ങനെ വരുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇയാൾ ഇത്രയും അശ്ലീലം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾ ചെയ്യുന്ന തെമ്മാടിത്തരമാണെന്ന് പറയാനായിട്ട് നമ്മളടക്കം ആർക്കെങ്കിലും പറ്റിയോ? ആർക്കെങ്കിലും നാവ് പൊന്തിയോ? ഒരു ഹണി റോസ് വരേണ്ടി വന്നു. അതുകൊണ്ടാണ് ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യുന്നത്. അല്ല നമ്മൾ എന്തുകൊണ്ടാണ് ഹണി റോസിനെ സപ്പോർട്ട് ചെയ്യുന്നത്? കാരണം വെച്ചാൽ ഇവിടുത്തെ വിഷയം ബോബി ചെമ്മണ്ണൂർ കഴിഞ്ഞ കുറേ നാളുകളായി നടത്തിക്കൊണ്ടിരിക്കുന്ന അസഭ്യ പ്രചരണങ്ങൾ, അശ്ലീല പ്രചരണങ്ങൾ, ദ്വയാർത്ഥ പ്രയോഗങ്ങൾ, എന്തും വിളിച്ചു പറയാൻ എല്ലാ ലാംഗ്വേജും എല്ലാം അങ്ങനെയാണ്. നിങ്ങൾക്ക് എന്തും വിളിച്ചു പറയാൻ കഴിയുന്ന ലൈസൻസോടുകൂടി ഒരാൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുകയാണ്. അതിന് പാകത്തിലുള്ളൊരു മാധ്യമം കൂടി കിട്ടിയ, ഞാൻ പറയുന്നത് അത് സോഷ്യൽ മീഡിയയെ കുറിച്ചാണ് പറയുന്നത്. ഈ സമൂഹ മാധ്യമം ഉപയോഗിച്ചുകൊണ്ട് എന്തും വിളിച്ചു പറയാവുന്ന ആളുകൾക്ക് അത് ബോബി ചെമ്മണ്ണൂർ ആരംഭിക്കുകയോ അവസാനിക്കുകയോ ചെയ്യുന്നില്ല. ഒരു ബോബി ചെമ്മണ്ണൂർ മാത്രമല്ല ഇവിടെ ഉള്ളത്, ഒരുപാട് ബോബി ചെമ്മണ്ണൂർമാരുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള അവതാരങ്ങളുണ്ട്. ആ അവതാരങ്ങൾക്കൊക്കെ അഴിഞ്ഞാടാൻ പാകത്തിലൊരു മാധ്യമ സംസ്കാരം നിലനിൽക്കുന്നുണ്ട്. ആ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചുകൊണ്ട് അവരൊക്കെ വേറൊരു രീതിയിൽ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ ബോബി ചെമ്മണ്ണൂരിൻ്റെ വീഡിയോയുടെ ഷെയർ എത്രയാണ്? ഈ ബോബി ചെമ്മണ്ണൂരിൻ്റെ വീഡിയോയുടെ വ്യൂവർഷിപ്പ് എത്രയാണ്? മില്യൺസ് ആണ് കേട്ടോ, മില്യൺസ്. ദശലക്ഷക്കണക്കിന് ആളുകൾ നിരന്തരം കാണുന്നു അദ്ദേഹത്തിൻ്റെ വീഡിയോ. അതുമാത്രമല്ല, അത് ലക്ഷക്കണക്കിന് ആളുകൾ ഷെയർ ചെയ്യുന്നു. ഇതൊരു വലിയ കുഴപ്പമല്ല. ഇത് നിങ്ങളത് ചെയ്യുക, നിങ്ങൾ അങ്ങനെ പിന്തുണയ്ക്കാൻ വേണ്ടി നിന്നു കൊടുക്കുന്നൊരു സമൂഹമാണെങ്കിൽ അതിനെ പരമാവധി ഉപയോഗിച്ച് നേട്ടം കൊയ്യാൻ ഒരാൾ ശ്രമിക്കുമെന്ന കാര്യത്തിലൊരു തർക്കവുമില്ല. ആ വിജയമാണ്, ആ ഫോർമുലയുടെ വിജയമാണ് ബോബി ചെമ്മണ്ണൂർ എന്ന പേരെന്ന് പറയുന്നത്. ബോബി ചെമ്മണ്ണൂരിനെ പോലുള്ള ആളുകളെ ഈ രീതിയിൽ വളർത്തിയെടുക്കുന്നതിനകത്ത് ഒരു വിഭാഗം വലിയ പിന്തുണ നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ വിഷയത്തിൽ സമൂഹം കൂടി സ്വയം വിമർശനപരമായി ചില കാര്യങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും വേണം. അല്ലാത്ത പക്ഷം ഇനിയും ഇത്തരം കാര്യങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഹണി റോസിനോട് ഇയാൾ കാണിച്ചിട്ടുള്ളത് അങ്ങേയറ്റം മര്യാദകളാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഹണി റോസ് ഇന്ന് എടുത്ത തീരുമാനം, ഇന്നലെ അവർ പരാതി കൊടുക്കുന്നു. ആ പരാതി കൊടുക്കാനെടുത്ത തീരുമാനം എന്ന് പറയുന്നത് ധീരമായ തീരുമാനമാണ്. ആ തീരുമാനത്തോട് ഈ സർക്കാർ നടത്തിയ പ്രതികരണവും അങ്ങേയറ്റം അഭിനന്ദിക്കേണ്ട പ്രതികരണം തന്നെയാണ്. കാരണം വെച്ചാൽ ഇന്നിപ്പോൾ നമുക്കറിയാമല്ലോ, ഈ പറയുന്ന കക്ഷി നേരെ ബാംഗ്ലൂരേക്ക് ചാടാനാണല്ലോ നിന്നത്, അല്ലേ? കർണാടകത്തിലേക്ക് ചാടിക്കഴിഞ്ഞിട്ട് പിന്നെ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിക്കുക. മുൻകൂർ ജാമ്യം കിട്ടിയില്ലെങ്കിൽ പിന്നെ സുപ്രീം കോടതി വരെ പോവുക. ആ കാര്യത്തിൽ നമ്മൾ കണ്ടതല്ലേ, അത് തന്നെ ആവർത്തിച്ചേനെ. അതെ, അതേപോലെ തന്നെ ഒരു സാഹചര്യം ഉണ്ടാക്കാനാണ് മൂപ്പര് ശ്രമിച്ചിരുന്നത്. പക്ഷേ വളരെ കൃത്യമായിട്ട് പോലീസ് അത് ഓപ്പറേറ്റ് ചെയ്യുകയും വളരെ പ്രതിബദ്ധതയോടുകൂടി പോലീസ് ആക്ട് ചെയ്യുകയും ചെയ്തു. അതിനകത്തൊരു പൊളിറ്റിക്കൽ ഡിസിഷൻ ഉണ്ട്. പോലീസിന് ഇങ്ങനെ ആക്ട് ചെയ്യാൻ കഴിയില്ലല്ലോ.
ADGP അല്ല, ആ നിലവാരത്തിൽ ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ എടുത്തു. ആ പൊളിറ്റിക്കൽ ഡിസിഷന്റെ ഭാഗമായിട്ട് പോലീസ് അത് നന്നായിട്ട് ആക്ട് ചെയ്തു. ലോക്കൽ പോലീസിന് അറിയില്ലായിരുന്നു കേട്ടോ. ലോക്കൽ പോലീസിന് അറിയില്ല ഇങ്ങനൊരു കാര്യം. അങ്ങനെയാണെങ്കിൽ ഒക്കെ ചോരുവേ, വേണമെങ്കിൽ ഈ വാർത്തയൊക്കെ പെട്ടെന്ന് ചോരാം. ഇത് വളരെ കൃത്യമായി പോലീസിന്റെ ഉന്നതതലത്തിലൊരു തീരുമാനമെടുത്തിട്ട് വളരെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ വയനാട്ടിൽ വളരെ പെട്ടെന്ന് ലാൻഡ് ചെയ്തു. എന്നിട്ട് അദ്ദേഹത്തിന്റെ എസ്റ്റേറ്റിലേക്ക് കടന്നു നിന്ന് 9 അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. 9 അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്തിട്ട് ഇപ്പം ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നു, കൊച്ചിയിലേക്ക് എത്തിയിരിക്കുന്നു. നമ്മളൊന്ന് ആലോചിക്കേണ്ട കാര്യം എന്താ അറിയോ, അതിലുണ്ട് സാർ ഒരു കാര്യം ആഡ് ചെയ്യാം. അതിനകത്ത് ഈ ലോ ആൻഡ് ഓർഡർ ADGP മനോജ് എബ്രഹാം, അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ, അതുപോലെ DCP അശ്വതി ജിജി, ഇവരെല്ലാവരും അതിനകത്ത് എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരേ ഒപ്പീനിയൻ ആയിരുന്നു. ഇതിൽ ഇതാണ് ചെയ്യേണ്ടത്, ഇമ്മീഡിയറ്റ് ആക്ഷൻ വേണം എന്നൊരു തീരുമാനത്തിലേക്ക് അവർ എത്തിയില്ലായിരുന്നെങ്കിൽ ഇന്നത് സംഭവിക്കില്ല. ബോബി ചെമ്മണ്ണൂർ വേറെ എവിടെയെങ്കിലും ഇരുന്ന് മുൻകൂർ ജാമ്യത്തിനടക്കമുള്ള നീക്കം നടത്തിയാൽ. അല്ല, ഇതിനകത്ത് പിന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് പിണറായി വിജയനുമായിട്ട് അണിറോസ് സംസാരിച്ചു, അപ്പം പിണറായി വിജയൻ എടുക്കുന്ന ഒരു തീരുമാനമുണ്ട് ഇതിനകത്ത്. ഇനി ഹി ഷുഡ് ബി അറസ്റ്റഡ്, അത് പിക്ക് ചെയ്യണം എന്നൊരു തീരുമാനം. അതാ ഞാൻ പറയുന്നത്, ഇതൊരു പൊളിറ്റിക്കൽ ഡിസിഷനാണ്. ആ പൊളിറ്റിക്കൽ ഡിസിഷൻ അഭിനന്ദിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഇതൊരു വലിയ താക്കീതാണ്. അതാണല്ലോ നമ്മുടെ ചോദ്യം. എല്ലാവർക്കും ഇത് കിട്ടുകയും വേണം. അത് നിശ്ചയമായിട്ടും ഞാൻ പറയുന്നത്, ഇതിനകത്ത് ഇന്നിപ്പം നിങ്ങൾ ആരെങ്കിലും പിന്നെ ബോബി ചെമ്മണ്ണൂരിനെ അനുകൂലിച്ചുകൊണ്ട് കമന്റുകൾ കണ്ടോ? എവിടെ? അതാണ് ഹണിറോസ് സൂചിപ്പിച്ചത്. അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവരെവിടെ പോയി ഇപ്പൊ ഈ മുമ്പ് പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ പറയുന്നത് ഇപ്പൊ കള്ളനോട്ടിന്റെ പ്രശ്നമുണ്ട്. ലോകത്ത് കള്ളനോട്ട് വളരെ വ്യാപകമായിരുന്നു. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ കള്ളനോട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ലോകത്ത് എവിടെയെങ്കിലും കറൻസി അച്ചടിക്കുന്ന നിർത്തിയിട്ടുണ്ടോ? ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും കറൻസി അച്ചടിക്കുന്നുണ്ട്. പക്ഷേ കള്ളനോട്ടിനെ നമ്മൾ എങ്ങനെയാണ് നേരിടുന്നത്? കടുത്ത നിയമ നടപടികളിലൂടെയാണ് കള്ളനോട്ടിനെ നേരിടുന്നത്. അതുകൊണ്ട് നമ്മൾ കറൻസി അച്ചടിക്കുന്നു, കറൻസി നമ്മൾ കൈകാര്യം ചെയ്യുന്നു. കള്ളനോട്ട് പ്രശ്നം വരുമ്പോൾ അത് കൃത്യമായിട്ട് വലിയ ശിക്ഷ കിട്ടുന്നൊരു കുറ്റമായിട്ട് വരുന്നു. ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനെ നമുക്ക് അങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കൊരു ഗേറ്റ് കീപ്പറൊന്നും ഇല്ലാത്ത സ്ഥലം അത്. അവിടെ ആർക്കും വന്ന് എന്തും വിളിച്ച് പറഞ്ഞിട്ട് പോകാം. പക്ഷേ അങ്ങനെ ചെയ്യുന്ന ആളുകളെ സൈബറിൻ്റെ നിയമങ്ങൾ അടിസ്ഥാനപ്പെടുത്തി പിടിച്ചുകൊണ്ടുപോയി ശിക്ഷിക്കാൻ കഴിയുന്നൊരു സംവിധാനം ഉണ്ടാവുകയാണെങ്കിൽ ഇതിന് ഭയങ്കരമായിട്ട് നിയന്ത്രിക്കാൻ കഴിയും. ഞാൻ പറയുന്നത് സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ടാണ്. പ്രത്യേകിച്ച് നിങ്ങളത് അഭിമുഖീകരിക്കുന്ന ആളുകളാണ്. നിങ്ങളുടെ അനുഭവങ്ങൾ പറയുകയും ചെയ്തു. ഈ സൈബർ ബുള്ളിങ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ട് എപ്പോഴും ലക്ഷ്യം വെച്ചിട്ടുള്ളത് സ്ത്രീകളെ തന്നെയാണ്. അക്കാര്യത്തിൽ സംശയമില്ല. പേരിൽ എണ്ണാവുന്ന കുറച്ച് പുരുഷന്മാർക്കെതിരെ രാഷ്ട്രീയമായിട്ടായിരിക്കും അവരുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ, അല്ലെങ്കിൽ സാമൂഹികമായ ചില വിഷയങ്ങളിലായിരിക്കും ഏറ്റുമുട്ടൽ, അല്ലെങ്കിൽ മതപരമായ വിഷയങ്ങളിലായിരിക്കും ഏറ്റുമുട്ടൽ. പക്ഷേ ശരീരത്തെ വെച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ ആളുകളെ ബുള്ളി ചെയ്യുന്നത്, ആളുകളെ അപമാനിക്കുന്നത് സ്ത്രീകളെ തന്നെയാണ്. സ്ത്രീകളാണ് അത് നേരിടുന്നത്. ആ പ്രശ്നത്തെ പരിഹരിക്കാൻ അതിശക്തമായ നിയമങ്ങളുണ്ട് രാജ്യത്ത്. പക്ഷേ അത് എത്രത്തോളം പ്രയോഗിക്കപ്പെടുന്നു എന്നുള്ള പ്രശ്നമുണ്ട്. ഇന്ന് ഈ നടന്ന കാര്യം എന്ന് പറയുന്നത് അങ്ങേയറ്റം എന്താ പറയുക, വളരെ അഭിനന്ദിക്കേണ്ട കാര്യമാണ്, ശ്ലാഘനീയമായ കാര്യമാണ്. അത് സർക്കാർ എടുത്ത തീരുമാനമാണെങ്കിലും പോലീസിൻ്റെ ആക്ട് ആണെങ്കിലും ഒക്കെ വളരെ അതിൻ്റെ കൂട്ടത്തിൽ പറയേണ്ടത്, അതിനൊരു സാഹചര്യം ഉണ്ടാക്കിയത് ഹണിറോസിന്റെ തീരുമാനമാണ്. ഹണിറോസ് എടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സെക്ഷൻ നേരത്തെ മാഡം സൂചിപ്പിച്ചതുപോലെ സെക്ഷൽ ഹരാസ്മെന്റ് BNS ചാപ്റ്റർ 5 സെക്ഷൻ 75 അനുസരിച്ച് എ മാൻ കമ്മിറ്റിംഗ് എനി ഓഫ് ദ ഫോളോയിങ് ആക്ട്, ഫിസിക്കൽ കോൺടാക്ട് ആൻഡ് അഡ്വാൻസസ് ഇൻവോൾവിംഗ് അൺവെൽക്കം ആൻഡ് എക്സ്പ്ലിസിറ്റ് സെക്ഷൽ ഓവർച്ചേഴ്സ് ഓർ എ ഡിമാൻഡ് ഓർ റിക്വസ്റ്റ് ഫോർ സെക്ഷൽ ഫേവേഴ്സ് ഓർ ഷോയിങ് പോർണോഗ്രഫി അഗെയിൻസ്റ്റ് ദ will of a woman or making sexually colored remarks shall be guilty of the offense of sexual harassment. ഇതെല്ലാം അതിൽ വരും. അപ്പോൾ ഈ എഴുതി വിടുന്നവരൊക്കെ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ ഈ 75ാമത്തെ സെക്ഷൻ എടുത്തൊന്ന് വായിച്ചു നോക്കുന്നത് നന്നായിരിക്കും. പിന്നെ ഈ ചാരിറ്റി എന്ന് പറയുന്നത് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിനകത്ത് ഈ പറയുന്ന ചാരിറ്റി എന്ന് പറയുമ്പോൾ നന്നായി ചാരിറ്റി ചെയ്യുന്ന ആളുകളെ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. പിന്നെ ഈ നന്മമരമാകാൻ വേണ്ടി ശ്രമിക്കുന്ന, സ്വയം ബ്രാൻഡിങ്ങിന് ശ്രമിക്കുന്ന ആളുകളെ നമ്മൾ തിരിച്ചറിയുകയും വേണം, അത്തരക്കാരെ തുറന്നു കാട്ടുകയും വേണം. ഇത് ചാരിറ്റി നടത്തുന്നതുകൊണ്ട് ഇയാൾക്ക് ഇതൊക്കെ ചെയ്യാനുള്ള ഒരു ലൈസൻസ് ഉണ്ട് എന്നാണ് അയാൾ വിചാരിച്ചിരുന്നത്. മാത്രമല്ലെന്നേ, അത് ഈ ഇന്നിപ്പോൾ ഏത് കമ്പനികളും ഒരു പ്രത്യേക തുക ചാരിറ്റിക്ക് വേണ്ടി മാറ്റിവെക്കണം, അല്ലേ? ഏത് കോർപ്പറേറ്റ് കമ്പനികൾക്കും അതും ബാധകമാണ്. എല്ലാ കമ്പനികൾക്കും അവരുടെ ലാഭത്തിൻ്റെ ഒരു വിഹിതം ചാരിറ്റിക്ക് വേണ്ടിയിട്ട്, മറ്റു പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കാൻ നിർബന്ധിതമായിട്ടുള്ള നിയമം ഉള്ളൊരു രാജ്യമാണ് നമ്മുടേത്. അപ്പോൾ അതെല്ലാ ആളുകൾ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ എന്താണെന്നറിയാമോ പ്രശ്നം എന്ന് വെച്ചാൽ, ഇത് വളരെ പെട്ടെന്ന് വാർത്തയാകുന്നത് എങ്ങനെയാണ്? ജപ്തി ചെയ്യാനിരിക്കുന്ന ഒരു വീട് നേരെ പോയിട്ട് വാങ്ങിക്കുക, എന്നിട്ട് അതും കൊടുക്കുക. അപ്പം ഉടനെ തന്നെ വലിയ ഹെഡ്ലൈൻ ആവുന്നു. സ്വാഭാവികമല്ലേ? ഒരു കുടുംബത്തിൻ്റെ ദുഃഖം കാണിക്കുന്നു, ആ ദുഃഖത്തിലേക്ക് ഒരാൾ വരുന്നു, ആ വരുന്നയാൾ ഒരു വലിയ വ്യവസായി ആണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട, പിന്നെ അദ്ദേഹത്തെ വലിയ ദാനധർമ്മിഷ്ഠനായിട്ട് അവതരിപ്പിക്കുന്നു. ഇത് മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ സ്വയം വിമർശനപരമായിട്ട് കാണേണ്ട ഒരു കാര്യവുമാണ്. ഈ രീതിയിലൊക്കെയാണ് ചാരിറ്റി പ്രവർത്തനം നടക്കുന്നത്. ഇപ്പം നമ്മൾ എത്രയോ ആളുകൾ ഈ വയനാട്ടിൽ അവരുടെ വീട്ടിൽ പ്രളയത്തിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടതാണല്ലോ, നമ്മൾ കേരളം കണ്ട ഒരു കാര്യമാണല്ലോ, മുക്കുവ സമൂഹത്തിൽ നിന്ന് ആളുകൾ വന്നിട്ട് ജനങ്ങളെ രക്ഷിച്ചു പോയൊരു സംസ്ഥാനമായത്, അല്ലേ? സാധാരണ മുക്കുവ
നല്ലവരായിട്ടുള്ള തൊഴിലാളികൾ അവർക്ക് നന്നായിട്ട് വള്ളം തുഴയാനറിയാം, അക്കാര്യത്തിൽ അവർക്ക് പിന്നെ ഒരു എക്സ്പെർട്ടൈസ് ഉണ്ട്. അതുകൊണ്ട് ആ എക്സ്പെർട്ടൈസ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിൽ അവരുമായി യാതൊരു ബന്ധവുമില്ലാത്ത സ്ഥലത്ത് നിന്ന് ആ പ്രളയം ബാധിക്കാത്തൊരു സ്ഥലത്ത് നിന്ന് ഈ വള്ളവും എടുത്തുകൊണ്ട് വന്ന് ഈ നാട്ടിലെ ജനങ്ങളെ മുഴുവൻ രക്ഷിച്ചിട്ടുള്ള ഒരു വിഭാഗമുണ്ട് അല്ലേ. അങ്ങനെയൊക്കെ ആളുകൾ പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമാണിത്. അവിടെ ചെന്നിട്ടാണ് വയനാട്ടിൽ, അതുപോലെ തന്നെ നിങ്ങൾ എത്ര പേർക്കറിയാം വയനാട്ടിലേക്ക് അകമഴിഞ്ഞ് സംഭാവന ചെയ്തിട്ടുള്ള എത്ര മനുഷ്യരുണ്ടെന്നേ. 500 കോടിയിലൂടെ ഏറെ രൂപയല്ലേ മുഖ്യമന്ത്രിയുടെ പിന്നെ ദുരിതാശ്വാസ നിധിയിലേക്ക് കേരളത്തിൽ കിട്ടിയത്. അത് ഈ കോർപ്പറേറ്റുകൾ കൊടുത്തതാ, അല്ലെങ്കിൽ ഇവിടുത്തെ വലിയ മുതലാളിമാർ കൊടുത്തതാ, സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുത്ത പൈസ. അത് അത്രയും പൈസ നമുക്ക് സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ പോയിട്ട് ഭക്ഷണം കിട്ടുന്ന തുണി കൊണ്ടു കൊടുത്തൊക്കെയാണ് ആളുകൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഒരു വീട് നിർമ്മിച്ചു കൊടുത്തത് വലിയ വാർത്തയാകുന്നത്. വാർത്തയാകണ്ട, അല്ല വാർത്ത ആക്കണമെങ്കിൽ ആക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ ഒരു വീട് നിർമ്മിച്ചു കൊടുത്തു, അല്ലെങ്കിൽ ഒരു വിവാഹം നടത്തി കൊടുത്തു. ഈ രീതിയിലുള്ള പിന്നെ എന്താ പറയുക ചാരിറ്റി പ്രവർത്തനം നടത്തുന്നത്, ആ ചാരിറ്റിക്ക് വലിയ കയ്യടി ലഭിക്കുന്നു. ആ കയ്യടിക്കുമ്പം നമ്മളൊന്ന് ആലോചിക്കണം ആർക്കാണ് ആ പിന്തുണ നൽകുന്നത് എന്ന് ആലോചിക്കുന്നതല്ലാണ്. ഈ ചാരിറ്റിയുടെ മറവിൽ ഇപ്പോൾ നേരത്തെ സ്മൃതി സൂചിപ്പിച്ച പോലെ എനിക്ക് പിന്നെ എന്തും ചെയ്യാം. പിന്നെ വേറൊരു കാര്യമുണ്ട് രസകരമായിട്ട്, എന്തും പറയുന്ന ഒരാൾ അങ്ങനെയുണ്ട്, അങ്ങനെ ഒരു ആരാധനയുണ്ട്. എന്തും തുറന്നു പറയുന്ന ഒരാൾ, അങ്ങനെ തുറന്നു പറയാൻ പറ്റില്ല. അതെങ്ങനെയാ പറ്റുക? അങ്ങനെ തുറന്നു പറയാൻ പറ്റുമോ? അല്ല, നിങ്ങളെക്കുറിച്ച് തുറന്നു പറഞ്ഞോ, അതിനകത്തൊരു അന്തസ്സുണ്ട്. ഇപ്പൊ ഞാൻ എൻ്റെ കുഴപ്പങ്ങൾ എൻ്റെ ഗുണങ്ങൾ ഒക്കെ പറഞ്ഞു, നിങ്ങളൊക്കെ നിങ്ങൾ കേട്ടോളൂ, അല്ലെങ്കിൽ കേൾക്കണ്ടാത്തവർ കേൾക്കണ്ട. എൻ്റെ ഗുണങ്ങളൊക്കെ കൂടി ഞാനിന്ന് പറഞ്ഞോളൂ, ഒരു സൈഡിൽ കൂടി പറഞ്ഞോട്ടെ, എന്താ കുഴപ്പം? അല്ലെങ്കിൽ എൻ്റെ വിഷമങ്ങൾ, എൻ്റെ ദുഃഖങ്ങൾ, അല്ലെങ്കിൽ എൻ്റെ കുഴപ്പങ്ങൾ ഞാൻ പറയുന്നു, നല്ല കാര്യം. ആത്മകഥയൊക്കെ ഇറങ്ങുന്ന ഒരു എത്രയോ മനോഹരമായിട്ടുള്ള സാഹിത്യ ശാഖയാണ് ആത്മകഥ എന്നൊക്കെ പറയുന്നത്. ഇതങ്ങനല്ല, എന്തും വിളിച്ചു പറയും, ആരെയും എന്തും പറയാനൊന്നും പറ്റില്ലല്ലോ. അങ്ങനെ പറ്റുക? അതിന് എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്നത് ആരെയും എന്തിനേയും പറയുന്ന ഒരാൾക്ക് കിട്ടുന്ന കയ്യടി, അയാൾക്ക് കിട്ടുന്ന പിന്തുണ, അയാൾക്കുണ്ടാകുന്ന ഫോളോവേഴ്സ്, അയാൾക്കുണ്ടാകുന്ന ഫാൻസ് അസോസിയേഷൻസ്, അയാൾ പോകുന്നിടത്തൊക്കെ ഓടിക്കൂടുന്ന ജനം, അങ്ങനെ ഒരു സൊസൈറ്റി ആയിരിക്കണോ നമ്മളുള്ളത് എന്നൊന്ന് ആലോചിക്കുന്നത് ഈ സംഭവത്തിന്റെ വെളിച്ചത്തിൽ നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. ബോബി ചെമ്മണ്ണൂർമാരെ ഉണ്ടാക്കുന്നത് ആരാണ് എന്നാണ് ആലോചിക്കേണ്ടത്. അതെ. വഷളന്മാർക്കുള്ള താക്കീതോ എന്നതായിരുന്നു ചോദ്യം. യെസ് എന്നാണ് 3 പേരും ഒരുപോലെ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. Meet the editors.